നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ. തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസം. ജപ്തി നടപടികൾക്ക് സാവകാശം നൽകി പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. നടപടി ജനം TV വാർത്തയെ തുടർന്ന് ജനം ഇംപാക്ട്. സമരം കടുപ്പിച്ച ആശമാർ. നിരാഹാര സമരം 51ാം ദിവസത്തിലേക്ക്. തിരിഞ്ഞു നോക്കാതെ സർക്കാർ. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ വൈസ് ചാൻസലർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. പരീക്ഷാ നടത്തിപ്പ് ചർച്ചയാകും. അധ്യാപകനെതിരെ നടപടിക്കും സാധ്യത. ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. പൈങ്കുനി ഉത്രം മഹോത്സവത്തിന് നാളെ കൊടിയേറും. ഏപ്രിൽ 11-ന് പമ്പയിൽ ആറാട്ട്. ചരിത്രപ്രസിദ്ധമായ കൊല്ലം കൊടുതൂക്കം ഇന്ന്. ആഗോള തീരുവ ചുമത്തലുമായി അമേരിക്ക. പ്രഖ്യാപനം നാളെ. എല്ലാ രാജ്യങ്ങൾക്കുമേലും നികുതി ചുമത്തുമെന്നും ഇളവ് നൽകില്ലെന്നും ട്രംപ്. ഏപ്രിൽ 2 അമേരിക്കയുടെ വിമോചന ദിനമെന്നും പ്രഖ്യാപനം. കണ്ണീരടങ്ങാതെ മ്യാൻമർ. 2000 കടന്ന് മരണം. ദുരന്തമുഖത്ത് താൽക്കാലിക ആശുപത്രി സജ്ജമാക്കാൻ കരസേന. ഓപ്പറേഷൻ ബ്രഹ്മ തുടർന്ന് ഭാരതം. IPL-ൽ കൊൽക്കത്തയെ 8 വിക്കറ്റിന് തകർത്ത് മുംബൈ. 117 റൺസ് വിജയലക്ഷ്യം 13 ഓവറിൽ മറികടന്നു. അരങ്ങേറ്റത്തിൽ തകർത്ത് അശ്വനി കുമാർ. വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്ത എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് ബുധനാഴ്ച പ്രദർശനത്തിനെത്തും. രാഷ്ട്രവിരുദ്ധതയും കേന്ദ്ര ഏജൻസികൾക്കെതിരായ വിമർശനവും അടക്കമുള്ള 17-ലധികം രംഗങ്ങൾ ഒഴിവാക്കിയാകും പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കുക. ചിത്രം തിങ്കളാഴ്ച പ്രദർശനത്തിനെത്തുമെന്നാണ് ആദ്യം അറിയിച്ചതെന്നാൽ സാങ്കേതിക തകരാറ് മൂലം മാറ്റിവെക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം എമ്പുരാൻ സിനിമയുണ്ടാക്കിയ വിവാദം എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും ആ രാഷ്ട്രവിരുദ്ധ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് എഡിറ്റഡ് വേർഷൻ ബുധനാഴ്ചയോടുകൂടി എല്ലാ തിയേറ്ററുകളിലും എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണോ? കാരണം നേരത്തെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കാരണം അത് നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും ബുധനാഴ്ചയോടുകൂടി അത് കൃത്യമായി തന്നെ എഡിറ്റ് ചെയ്ത പതിപ്പ് തന്നെയാണോ എല്ലാ തിയേറ്ററുകളിലും എത്തുക? ഗുഡ് മോർണിംഗ് രോഹിണി. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ചയോടുകൂടി റീ എഡിറ്റ് ചെയ്ത എമ്പുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 17ഓളം രംഗങ്ങളാണ് റീ എഡിറ്റിംഗിലൂടെ അല്ലെങ്കിൽ റീസെൻസറിങ്ങിലൂടെ ഒഴിവാക്കിയിട്ടുള്ളത്. 3 മണിക്കൂറിലധികം ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ 3 മണിക്കൂറിനകത്ത് അകത്തേക്കാണ് വെട്ടിയൊതുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ കൂടി ഈ സിനിമ റീ എഡിറ്റ് ചെയ്ത സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് 2 ദിവസം അധികം മുന്നിലേക്ക് നീക്കി നൽകിയിരിക്കുന്നത്. രാഷ്ട്രവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ അപമാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ 3 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്ന ഈ സിനിമ ആദ്യം പുറത്തിറങ്ങിയത്. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് സിനിമ റീ എഡിറ്റ് ചെയ്യാൻ നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് എമ്പുരാന്റെ പതിപ്പ് റീ എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17ഓളം രംഗങ്ങളാണ് ഇത്തരത്തിൽ റീ എഡിറ്റിംഗിലൂടെ ഒഴിവാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ മാറ്റും എന്നാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് ഐമാക്സിലൂടെ പുറത്തു വരുന്ന ചിത്രവും കൂടിയാണ് എമ്പുരാൻ സിനിമ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സിനിമയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. സിനിമ ഒരുപക്ഷെ നാഷണൽ ഹെഡ്ലൈൻ എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സിനിമയ്ക്ക്
സിനിമയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ ഓർഗനൈസർ പത്രം ഉൾപ്പെടെ ഓർഗനൈസറിന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രവിരുദ്ധ പരാമർശങ്ങളും കേന്ദ്ര ഏജൻസികളെ ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഒത്തൊരുമയൊക്കെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ട രാജ്യത്തെ വീണ്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ വിഭജിക്കുന്ന രീതിയിലുള്ള ട്രിഗറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേരണകൾ ഈ സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതേ തുടർന്ന് ഈ സിനിമയുടെ സംവിധായകനും അതോടൊപ്പം തന്നെ പ്രധാന കഥാപാത്രവുമായിട്ടുള്ള പൃഥ്വിരാജും സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായിട്ടുള്ള മോഹൻലാലും ഈ വിവാദ പരാമർശങ്ങളിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. അതും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. സിനിമ റിലീസ് ചെയ്ത് 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വിവാദങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തൊരുമയെ തന്നെ കാര്യമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സമൂഹത്തെ 2 ചേരിയായി തിരിച്ചുകൊണ്ട് വിദ്വേഷം തിരിച്ചുകൊണ്ട് വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ സിനിമയിൽ ഉന്നയിച്ചിട്ടുണ്ട്. 2002 ഗുജറാത്ത് ഗോദ്ര സംഭവം അത് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നത്. ആ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് അത്തരം രംഗങ്ങളും അത്തരം പരാമർശങ്ങളും സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രോഹിണി. ശരി ടിൻറ്റു, എന്തായാലും വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്ത എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് ബുധനാഴ്ച പ്രദർശനത്തിനെത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രവിരുദ്ധതയും കേന്ദ്ര ഏജൻസികൾക്കെതിരായ വിമർശനവും അടക്കമുള്ള 17-ലധികം രംഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കുക. ടിൻറ്റു ദാസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പണമില്ലാത്തതിനാൽ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ വിപണന മേളകൾ നടത്തുന്നതിൽ പ്രതിസന്ധി. ഭക്ഷ്യവകുപ്പ് അടിയന്തരമായി ആവശ്യപ്പെട്ട 500 കോടി രൂപയ്ക്ക് പകരമായി ധനവകുപ്പ് 100 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ വിതരണക്കാർക്ക് മാത്രം 300 കോടി രൂപയുടെ കുടിശ്ശികയും ഉണ്ട്. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, നമുക്കറിയാം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി, പക്ഷേ വലിയ ആഘോഷ വേളകളിലൊക്കെ സപ്ലൈകോ വിപണന മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണയും വിഷു ഈസ്റ്റർ വിപണന മേളകൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് നടത്തുന്നതിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതു രീതിയിലാണ് സാമ്പത്തിക പ്രതിസന്ധി ഈ വിപണന മേളകൾ നേരിടുന്നത്? തീർച്ചയായും രോഹിണി, നമുക്കറിയാം വിഷു ഈസ്റ്റർ റംസാൻ സമയങ്ങളിലൊക്കെ തന്നെയും സപ്ലൈകോ ഇത്തരത്തിലുള്ള വിപണന മേളകൾ നടത്താറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തെ വിഷു ഈസ്റ്റർ വിപണന മേളയാണ് ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയുടെ വക്കിലായിരിക്കുന്നത്. പ്രധാനമായും 500 കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് എങ്കിലും ധനവകുപ്പ് നൽകിയത് ആകട്ടെ വെറും 100 കോടി രൂപ. പക്ഷെ 300 കോടി രൂപയാണ് ഈ വിതരണക്കാർക്ക് ലഭ്യമാക്കാനുള്ളത്. നമുക്കറിയാം പല മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വിതരണക്കാർക്ക് നിരവധി കുടിശ്ശിക നൽകേണ്ട ഒരു ആവശ്യകത സർക്കാരിന്റെ ഭാഗത്തുണ്ട്. അത്തരത്തിൽ ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ വിതരണ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിപണന മേളയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും 500 കോടി ആവശ്യപ്പെട്ടു. അതിൽ 100 കോടി മാത്രം ധനവകുപ്പ് നൽകി. പക്ഷേ 300 കോടി രൂപ കുടിശ്ശിക വരുത്തുവാനുണ്ട് അല്ലെങ്കിൽ കുടിശ്ശിക നൽകുവാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായും മാർച്ച് 25-നാണ് ഈ ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ ഈ ഭക്ഷ്യ വിതരണ മേള ഉദ്ഘാടനം ചെയ്തത്. അതിൽ പ്രധാനമായും മാർച്ച് 26 മുതൽ 30 വരെ റംസാൻ മേളയും ഏപ്രിൽ 10 മുതൽ 19 വരെ വിഷു ഈസ്റ്റർ മേളയും നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഈ റംസാൻ മേള നടന്നത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റംസാൻ ഫെയർ നടന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ റംസാൻ കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് വിഷു ഈസ്റ്റർ ആണ്. ആ വിഷു ഈസ്റ്റർ മേളകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 300 കോടി രൂപ വിതരണക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടിശ്ശിക നൽകി തീർക്കാതെ ഇത്തരത്തിൽ ഭക്ഷ്യ വിതരണ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേളകൾ നടത്താൻ കഴിയുമോ എന്നതിൽ വലിയൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രോഹിണി. പല സമയങ്ങളിലും ഇത്തരത്തിൽ വിഷു ഈസ്റ്റർ സമയങ്ങളൊക്കെ ആവുമ്പോൾ ഈ സപ്ലൈകോയിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് നമ്മളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ആഘോഷിക്കുവാൻ ഏറ്റവും ശാശ്വതമായ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് സപ്ലൈകോ. പക്ഷെ അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു ഭക്ഷ്യ വിതരണ പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിൽ മേളകൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ കുടിശ്ശിക നൽകേണ്ട ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് മുന്നോട്ട് വയ്ക്കുന്നത് രോഹിണി. ശരി, ദിസ്ന പറഞ്ഞതുപോലെ തന്നെയാണ് സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സപ്ലൈകോയുടെ ഇത്തരം വിപണന മേളകളാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളത്. വിഷു ഈസ്റ്റർ വിപണന മേളകൾ നടത്തുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതിസന്ധിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓട്ടോറിക്ഷയിൽ 2.7 കോടി രൂപ കടത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ്. അന്വേഷണം പൂർത്തിയാക്കി ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകും. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഉണ്ടെന്നായിരുന്നു പണം കൊടുത്തുവിട്ട വ്യവസായി രാജ മുഹമ്മദിന്റെ മൊഴി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഈ ഓട്ടോറിക്ഷയിൽ 2.5 കോടിക്ക് മേൽ തുക കണ്ടെത്തിയ സംഭവത്തിൽ എന്നാൽ ആ പണത്തിന് കൃത്യമായ രേഖകളുണ്ട് എന്നാണ് ഇത് കൊടുത്തുവിട്ട വ്യവസായി പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പോലീസ് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? രോഹിണി, കഴിഞ്ഞ ശനിയാഴ്ച ഡീഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെ ഐലൻഡ് റോട്ടിൽ നിന്നും നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് ഈ 2,70,00,000 രൂപ പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് ഇതിൽ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോറിക്ഷയിൽ അന്ന് ഈ പണവുമായി കടന്ന് പോകാൻ ശ്രമിച്ച ബീഹാർ സ്വദേശിയെ പോലീസ് പിടികൂടുകയും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അയാൾ പറഞ്ഞിരുന്നത് എറണാകുളത്തുള്ളൊരു വ്യാപാരി തൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ് ഈ പണം എന്നുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് ഈ വ്യാപാരിയെ കണ്ടെത്തുകയും ഇയാളിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. എറണാകുളം മാർക്കറ്റിലെ വ്യാപാരിയായിട്ടുള്ള രാജ മുഹമ്മദാണ് ഈ പണത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ച് വന്നിരിക്കുന്നത്. തനിക്ക് എറണാകുളം മാർക്കറ്റിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ നവീകരണത്തിനായിട്ടാണ് ഈ പണം കൊടുത്തുവിട്ടത് എന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഈ പണത്തിൻ്റെ സോഴ്സായിട്ട് അയാൾ വ്യക്തമാക്കിയത് കൈവശമുണ്ടായിരുന്ന പണവും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഭൂമി വിറ്റതുമായിട്ട് ലഭിച്ചിട്ടുള്ള പണവും. ഈ പണമാണ് ഈ 2 കോടിയിലധികം വരുന്ന രൂപ എന്നുള്ളൊരു കാര്യമായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം കൂടുതലായിട്ട് കടക്കുന്നത്. പ്രധാനമായിട്ടും ഇതിലേതെങ്കിലും തരത്തിലുള്ള ഹവാല ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, മാത്രവുമല്ല ഈ പണം ഈ ഭൂമി വിറ്റതാണ് എന്നടക്കം പറയുമ്പോൾ ഈ കാര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പണം പിടിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആരും തന്നെ ഇതിന് ഉടമസ്ഥാവകാശം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് വന്നിരുന്നില്ല. ഏകദേശം മണിക്കൂറുകളോളം ഇത് പോലീസ് പിടികൂടി അതിൻ്റെ നടപടികളിലേക്ക് കടക്കുമ്പോഴൊന്നും തന്നെ ഇതിൻ്റെ അവകാശികളായിട്ട് ആരും വരാതിരുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു ദുരൂഹത ഉയർത്തിയിരുന്നതാണ്. പോലീസ് തന്നെ ഈ കാര്യത്തിൽ വലിയ സംശയങ്ങളും ആ സമയത്ത് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് താനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ മുഹമ്മദ് രംഗത്ത് വരുന്നത്. ഏതായാലും ഇയാളുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായിട്ടും അന്വേഷണം നടക്കുക. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതായാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും ഈ കാര്യം പോലീസ് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് തേടാറുണ്ട്. ഈ ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് നൽകാനായിട്ട് ഒരുങ്ങുന്നത്. രോഹിണി. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയോധികയും അസുഖബാധിതയുമായ തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസം. ജനം TV വാർത്തയ്ക്കു പിന്നാലെ ജപ്തി നടപടികൾക്ക് സാവകാശം നൽകി പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. എഴുത്തും വായനയും അറിയാത്ത തങ്കമണിയെയും ദിവ്യാംഗനായ മകനെയും കബളിപ്പിച്ച് ബന്ധു സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയായിരുന്നു. ജപ്തി നോട്ടീസ് വന്നതോടെയാണ് ലോൺ എടുത്ത വിവരം കുടുംബം അറിയുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ്. കാരണം വയോധികയാണ്, അസുഖബാധിതയാണ്. അത്തരത്തിലുള്ള ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിൽ ബന്ധു തന്നെ പറ്റിക്കുന്നത്. എന്തായാലും ജനം TV വാർത്ത ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ജപ്തി നടപടികൾക്ക് സാവകാശം നൽകിയിട്ടുണ്ട് പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. തുടർന്നുള്ള നടപടികൾ എപ്രകാരമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് അവർക്ക് എത്രത്തോളം പ്രയോജനകരമാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയായിട്ടാണ് നമുക്കിത് പറയാൻ കഴിയുന്നത്. അത് ഏറ്റവും അധികം സന്തോഷം തന്നെയാണ് ഈ നിമിഷത്തിൽ നൽകുന്നത്. പ്രധാനമായും നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. അതായത് പെരുവയൽ പഞ്ചായത്തിലെ തങ്കമണിയും കുടുംബവും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ജനം ടിവിയിലൂടെ പുറത്തു വന്നത്. അതിൽ പ്രധാനമായും അസുഖബാധിതയായ തങ്കമണി, അവർക്ക് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, മകനും ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് വീട് അവർ നിലനിൽക്കുന്നത്, അതായത് കിടപ്പാടം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പ്രധാനമായും അവർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധുവായ ഒരു വ്യക്തി അവരെ കബളിപ്പിച്ച് ഈ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തൊരു കാര്യം പോലും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പിന്നീട് ഈ കുടിശ്ശിക വർദ്ധിച്ചു. പിന്നീട് അത് 25 ലക്ഷം രൂപയായി മാറുന്നു. ബാങ്ക് ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് പതിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമായിട്ടുള്ളത്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവർ തുടർന്ന് മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ജപ്തി നോട്ടീസ് ബാങ്ക് പതിച്ചിരുന്നു. എന്നാൽ ജനം ടിവി വാർത്തയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് ആ കുടുംബത്തിന് നിലവിൽ സാവകാശം നൽകിയിരിക്കുകയാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ബന്ധുവിനെതിരെ ഇത്തരത്തിലൊരു കേസ് അവർ നൽകിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ നിലവിൽ സാവകാശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പേരിലാണ് ഇത്തരത്തിൽ ഈ കടം വന്നിട്ടുള്ളത്. ഇനി അത് വീട്ടേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് അറിയാം, ഇത്തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബം, അവർക്ക് വേറൊരു നിവൃത്തിയുമില്ല. അവരുടെ കാര്യത്തിനല്ല ലോൺ എടുത്തത്, അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും അവരുടെ ആധാരം പണയം വെച്ച് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും പണം എടുത്തിട്ടുണ്ട് എന്നൊരു വിവരം പോലും ഈ കുടുംബം അറിയുന്നത്. എന്തായാലും അവർക്ക് ഇപ്പോൾ ഒരു ആശ്വാസമായിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിൽ കൂടിയും കുറച്ചൊരു സാവകാശം ബാങ്ക് അനുവദിച്ച് നൽകിയിരിക്കുകയാണ് രോഹിണി. അതെ, ഇതൊരു താൽക്കാലിക പരിഹാരമാണ്. ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ലോൺ കുടിശ്ശികയായി ഇരട്ടിച്ച് അതൊരു 25 ലക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇതൊന്നും തിരികെ അടയ്ക്കാനുള്ള സാമ്പത്തിക സുസ്ഥിരതയൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ്. വൃദ്ധയാണ്, മകൻ ദിവ്യാംഗനാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ശാശ്വത പരിഹാരം വേണം. അതിന് എപ്രകാരമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക? കാരണം ഈ എടുക്കാത്ത തുകയ്ക്ക് പണം അടയ്ക്കില്ല എന്നുള്ള നിലപാട് തങ്കമണി തുടരുന്നുണ്ട്. ജനം ടിവി വാർത്ത സമൂഹമാകെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമോ? ഏതെങ്കിലും കാര്യക്ഷമമായ ഒരു ഇടപെടൽ തുടർന്നും ഉണ്ടാകും എന്ന് നമുക്ക് ആശ്വസിക്കാമോ? തീർച്ചയായും രോഹിണി, ബാങ്കിന് അവരുടേതായ, അതായത് അവരുടെ ആധാരം അല്ലെങ്കിൽ അവരുടെ ആധാരം വെച്ചിട്ടാണ് ഇത്തരത്തിൽ പണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് താൽക്കാലികമായ ഒരു സാവകാശം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് പലിശ, അതായത് ഈ പണം തുക അടച്ചു തീർക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കടം അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടാണ് അവർ ഈ ഒരു പലിശ അല്ലെങ്കിൽ ഈ തുക അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പോലീസുമായി, അതായത് നിയമസഹായം തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നിലനിൽക്കുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ചെറിയൊരു സാവകാശമാണ് ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായതെങ്കിലും അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് ഇവർക്ക് ഈ തുക എടുത്തിരുന്നത്. പക്ഷെ അത് പിന്നീട് 25 ലക്ഷം രൂപയായി കുടിശ്ശികയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ പോലും ഈ കുടുംബം അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിയമപരമായി ഇവർ ഇതിനെ നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാവൂർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ടവർ കേസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ ജനം ടിവി വാർത്ത ഫലം കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. രോഹിണി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റ് അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. KCBCയും CBCIയും ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിലവിൽ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് CBCI വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നമുക്ക് എങ്ങനെ വിലയിരുത്താം?
രോഹിണി നമസ്തേ, ഗുഡ് മോർണിംഗ്. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ഒപ്പം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതായത് ലോക്സഭയുടെ നടപടികളിൽ ലോക്സഭയിലെ രാജ്യസഭയിലോ നടപടിക്രമങ്ങളിൽ ബിൽ അവതരണം ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ. എങ്കിലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം നാളെ ബിൽ അവതരിപ്പിച്ചേക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാളെ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ലോക്സഭയിൽ എന്ത് നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ ഘടകകക്ഷികൾ ഉൾപ്പെടെ ബിൽ അവതരിപ്പിക്കുമ്പോൾ അത് പാസ്സാക്കുന്നതിനുള്ള അംഗങ്ങളിലേക്ക് എത്തിക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാരിന് സാധിക്കും. പക്ഷേ മുൻപ് 2024 ഓഗസ്റ്റിൽ കിരൺ റിജിജു തന്നെ ഈ ബിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ രൂക്ഷമായി എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസും DMKയും NCPയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ സ്വീകരിച്ചത്. നിലവിൽ പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ്. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. KCBCയും CBCIയും ഉൾപ്പെടെയുള്ള കത്തോലിക് ബിഷപ്പുമാരുടെ കൂട്ടായ്മകൾ, ഒപ്പം മറ്റ് ന്യൂനപക്ഷ സംഘടനകൾ, പൊതുജനങ്ങൾ, മുനമ്പം ഉൾപ്പെടെ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ സമരം ചെയ്യുന്നവർ, ഇവരെല്ലാം തന്നെ വഖഫ് നിയമത്തിൽ ഭേദഗതി അനിവാര്യമാണ് എന്ന പ്രതികരണവുമായി പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ബില്ല് വീണ്ടും ലോക്സഭയിൽ എത്തുമ്പോൾ അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ ബില്ലിനെ എതിർക്കണോ അതല്ലെങ്കിൽ ബില്ലിനൊപ്പം അനുകൂലിച്ച് നിൽക്കണോ എന്നുള്ളത് ഇതുവരെയും ഒരു വ്യക്തമായ പ്രതികരണം പലപ്പോഴും MP-മാർ ഉൾപ്പെടെ നടത്തിയിട്ടില്ല. ഈ ബില്ലിനെ രൂക്ഷമായി എതിർക്കും എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ചില പാർട്ടികൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബില്ല് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടാണ് വലിയൊരു നരേഷൻ ഇടത് പക്ഷവും ഒപ്പം കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിനെ എതിർക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. 2024 ഓഗസ്റ്റിൽ കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെയും ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ടായിരുന്നു ബില്ല് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടത്. MP ജഗദാംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള സമിതി മാസങ്ങളോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലകൾ സന്ദർശിച്ചു. വഖഫ് ബോർഡ് പ്രതിനിധികളുമായും മുസ്ലിം സംഘടനാ പ്രതിനിധികളുമായും ഈ പ്രശ്നം നേരിടുന്നവരുമായും പൊതുജനങ്ങളുമായും നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തുകയും വിശദമായ ചർച്ചകളും അവലോകനവും നടത്തി നേരത്തെ അവതരിപ്പിച്ച ബില്ലിന്മേൽ 14 മാറ്റങ്ങൾ കൂടി ശുപാർശ ചെയ്തുകൊണ്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. 14 മാറ്റങ്ങളാണ് ആദ്യം അവതരിപ്പിച്ച ബില്ലിൽ നിന്ന് വീണ്ടും സമിതി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നിലവിൽ വഖഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളും നിയമങ്ങളും, ഒരു ഭൂമി വഖഫിൻ്റെതാണെന്ന് വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ പിന്നീട് വഖഫിന്റെ തന്നെ ട്രൈബ്യൂണലാണ് ആ ഭൂമി നിലവിൽ ഉടമസ്ഥാവകാശമുള്ള ആൾ അത് തൻ്റെതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളത്. അത്തരം കേസുകളിൽ 90% കേസുകൾ വഖഫിന് അനുകൂലമായി തന്നെ വിധി പ്രസ്താവം ഉണ്ടാവുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് വഖഫ് ട്രൈബ്യൂണലിനും വഖഫ് ബോർഡിനും ഇതിൽ അനിയന്ത്രിതമായ അവകാശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഘടനയുള്ളത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് വഖഫ് ബോർഡിനെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ കൃത്യമായി നിയമപരമായി സംരക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വഖഫ് ബോർഡിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുകയും വഖഫ് ബോർഡുമായി പ്രശ്നം നിലനിൽക്കുന്ന ഭൂമികൾ സർവേ ചെയ്യാൻ കളക്ടർക്കോ അല്ലെങ്കിൽ കളക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനോ അവകാശം നൽകിക്കൊണ്ട് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കൊണ്ടുവരികയുമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ നിലവിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ വഖഫ് ബോർഡിൻ്റെ ചില വകുപ്പുകളും നിയമങ്ങളും അത് ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരാണ് എന്നുള്ള പ്രഖ്യാപനവും പ്രതികരണവും CBCI ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനുള്ള ബില്ല് കൊണ്ടുവരുമ്പോൾ അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെതിരാണ്, ഈ മതമൂല്യങ്ങൾ തകർക്കുന്നതും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണ് എന്ന പ്രതികരണം നടത്തിക്കൊണ്ടൊരു വലിയ പ്രതിഷേധങ്ങൾക്ക് OIC ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളും OICയുടേത് ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളും
ഒപ്പം അതിൽ കോൺഗ്രസും CPM ഉൾപ്പെടെ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിന് സമാനമായ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ മുസ്ലിമുകളെ മുഴുവൻ ഭാരതത്തിൽ നിന്ന് പുറത്താക്കാനാണെന്നും മുസ്ലിമുകൾക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് പലയിടങ്ങളിലും പ്രതിഷേധവും സംഘർഷവും ഡൽഹിയിൽ ഉൾപ്പെടെ അതൊരു വലിയ കലാപം 50-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കലാപത്തിലേക്കും പോകുന്ന ഒരു വ്യാജ പ്രചാരണം രാജ്യത്തുടനീളം നടത്തിയിരുന്നു. അന്ന് മുസ്ലിമുകൾക്ക് പൗരത്വം നഷ്ടപ്പെടും എന്ന വ്യാജ പ്രചാരണം നടത്തിയായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതെങ്കിൽ നിലവിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന പ്രചാരണം നടത്തിക്കൊണ്ടാണ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും 14 ശുപാർശകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് വീണ്ടും ഈ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടായിരിക്കും കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഈ ബില്ല് നിയമസഭയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ഇതുവരെ ഔദ്യോഗികമായി ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒപ്പം CBCയുടെയും KCBCയുടെയും എല്ലാം തന്നെ ആഹ്വാനം ഈ ബില്ലിനെ എല്ലാ MP-മാരും ഒരുമിച്ച് നിന്ന് പിന്തുണച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന ആഹ്വാനത്തെ കിരൺ റിജിജു ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ അനുകൂലിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക്. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ ചെലവ് 1.75 കോടി ലക്ഷം രൂപ കഴിഞ്ഞു. മാർച്ച് മാസം മാത്രം സംസ്ഥാനത്ത് അധിക ചിലവായി വന്നത് 26,000 കോടിയോളം രൂപ. അന്തിമ കണക്കിൽ ഇനിയും ചിലവായ തുക വർദ്ധിക്കാനാണ് സാധ്യത. ബജറ്റിലെ നികുതി വർധന എല്ലാം ഈ സാമ്പത്തിക വർഷം മുതൽ നിലവിൽ വരും. ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, പുതിയ ഒരു സാമ്പത്തിക വർഷത്തിന് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ധന പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം നീക്കിയിരിപ്പ്, വരവ്, ചിലവുകൾ, ആവശ്യമായ തുക ഇനിയും നേടേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? തീർച്ചയായിട്ടും രോഹിണി, സംസ്ഥാനത്ത് ഒരു പുതിയ സാമ്പത്തിക വർഷമാണ് ഇന്ന് മുതൽ. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷമൊക്കെ വലിയ രീതിയിലുള്ള പരാധീനതകളിലൂടെയൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാർച്ച് മാസത്തെ ചെലവിന് വേണ്ടി മാത്രമേ ഏതാണ്ട് 26,000 കോടി രൂപയുടെ ആവശ്യം വന്നതായിട്ട് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2024-25 സാമ്പത്തിക വർഷത്തെ വാർഷിക ചെലവ് ഏകദേശം 1.75 ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അവസാന കണക്കിൽ ഇതിലും വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചിലവെടുത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചിലവെടുത്ത് നോക്കുകയാണെങ്കിൽ മുൻ സാമ്പത്തിക വർഷത്തെക്കാട്ടി വർദ്ധിച്ചു എന്ന് വേണം പറയേണ്ടിയുള്ളത്. പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പരാധീനതകളിൽ നിന്നും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സംസ്ഥാനത്തിന് കരകയറാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വിരമിക്കൽ പ്രായം ഉൾപ്പെടെയുള്ളവ മാറ്റിവെക്കുകയും അതിൽ നിന്നും 6,000-5,000 കോടിയോളം രൂപ ലാഭമായി കണ്ടെത്താമെന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും അതും പരാജയപ്പെട്ടു പോയൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ KSEBയിലെ ഇടപെടൽ, KSEBയിലെ വൈദ്യുതി നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഇടപെടൽ, പിന്നീട് വരുന്ന പങ്കാളിത്ത പെൻഷനിലെ ഇടപെടൽ, ഇതിലൂടെയൊക്കെ ഏതാണ്ട് 12,000 കോടിയോളം രൂപ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നുവെങ്കിലും അതും സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക പരാധീനതകൾ മറികടക്കാനുള്ള ശ്രമത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പദ്ധതി വിഹിതം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതി നടത്തിപ്പുകൾ 92% പൂർത്തിയായിട്ടുണ്ടെന്ന് സർക്കാർ വാദിക്കുമ്പോഴും അവിടെയും ഏതാണ്ട് 18,000 കോടിയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ കടപ്പത്ര ലേലത്തിലൂടെ അധിക വരുമാനം മാർച്ച് മാസത്തിൽ കണ്ടെത്തിയതിലൂടെ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകേണ്ടി വന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ബുദ്ധിമുട്ടിയെങ്കിലും തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോയി എന്ന് വേണം പറയേണ്ടത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് കടപരിധിയാണ്. ആ കടപരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാനം ആവശ്യപ്പെടുന്ന കടപരിധി കേന്ദ്ര സർക്കാർ നൽകുമെന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ആദ്യ തവണ ഈ കടപരിധിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോഴും ഏതാണ്ട് 15,935 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ കടം എടുക്കാനായിട്ടുള്ള അനുമതി നൽകിയത്. പക്ഷെ അതിനുശേഷവും ഏതാണ്ട് 15,000 കോടിയോളം രൂപ കടമെടുത്തു. ഏതാണ്ട് 32,000 കോടിയോളം സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട്. കടപത്ര ലേലത്തിലൂടെ തന്നെ റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി ഏതാണ്ട് 56,330 കോടി
രൂപ സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ കടപരിധിക്ക് പുറത്തു നിന്നുകൊണ്ടും പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകി. അപ്പോൾ കേന്ദ്ര അനുമതിയോടുകൂടി എടുത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി ലഭിക്കുന്ന ഈ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള നികുതി വർധനവ്, പ്രധാനമായിട്ട് കോടതി ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നികുതി വർധനവ്, അതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ യൂസർ ഫീ ഉൾപ്പെടെയുള്ള നികുതി വർധനവ്, കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിതികൾക്ക് അത്തരത്തിലുള്ള ഈ ടോൾ പോലെയുള്ള പദ്ധതികൾ, പിന്നീട് വരുന്നത് വാഹനം വാങ്ങുമ്പോൾ ഉള്ള വില വർധനവ്, ഇന്ധന സെസ് വർധനവ് തുടങ്ങിയ ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ വർധനവുകളും ഈ സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കും. അങ്ങനെയാണെങ്കിൽ അധിക വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ധന കമ്പനികളിൽ നിന്നും അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ KSFE പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നേരത്തെ തന്നെ ഈ നികുതി ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ മുൻകൂട്ടി വാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം അത്തരം നികുതികൾ ലഭിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയില്ല. അപ്പോൾ അതിനുവേണ്ടി മറ്റു വരുമാനങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് പോയത് ആ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നാണ് കണ്ടിരിക്കേണ്ടത്. എന്തായാലും ഈ വൈദ്യുതിയുടെ സെസ് വർധന ഉൾപ്പെടെ അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാനം കടക്കും. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. രോഹിണി. അതെ, ശരി ടിൻഡു. എന്തായാലും സംസ്ഥാനം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും വരവ് ചെലവുകൾ എന്നുള്ളത് തന്നെയാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ടിൻഡു ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സഹന സമരം 51ാം ദിവസത്തിലേക്ക്. മുടിമുറിക്കൽ ഉൾപ്പെടെ വൈകാരിക സമരരീതിയിലേക്ക് കടന്നിട്ടും ആശമാരെ കേൾക്കാൻ തയ്യാറാകാതെ മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും. സമരം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ആശാവർക്കർമാർ സമരം തുടരുകയാണ്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, കഴിഞ്ഞ ദിവസം വൈകാരികമായ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ആശാവർക്കർമാരുടെ ഭാഗത്ത് നിന്നും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മുടിയെ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് അറിയാം. ആ തലമുടി മുറിച്ചെറിഞ്ഞുകൊണ്ടാണ് സർക്കാരിന് മേൽ അതുപോലും അവർ ഉപേക്ഷിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ആ കടുത്ത സമരമാർഗത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളോ മുഖ്യമന്ത്രിയോ ഒന്നും അത് കണ്ടമട്ടയില്ല. എന്തായാലും തുടർന്നും സമരമുണ്ടാകും, സമരം കടുപ്പിച്ച് തന്നെയായിരിക്കും, മുന്നോട്ട് പോകും എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണോ അവർ ഇപ്പോഴും നിലനിൽക്കുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശാവർക്കർമാരുടെ സമരം ഇന്ന് 51ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്നലെ രോഹിണി സൂചിപ്പിച്ചതുപോലെയാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ്, അത് വലിയ നീളമുള്ള മുടിയാണെങ്കിലും ചെറിയ മുടിയാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുടി വലിയ മാനം നൽകുന്ന ഒന്നാണ്. ആ മുടി മുറിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ആശാവർക്കർമാരുടെ അമ്മമാരുടെ ആ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ആ മുടിമുറിച്ച് സമരം നടത്തിയിട്ട് പോലും, അതായത് 51 ദിവസമായി ഈ സഹന സമരം നടത്താൻ ഈ ആശാപ്രവർത്തകർ, അതായത് മിനിമം ആശാവർക്കർമാരുടെ മിനിമം ഓണറേറിയം 21,000 രൂപയും വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപയും നൽകണമെന്ന ഒരു മിനിമം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ 51 ദിവസത്തെ സമരം മുന്നോട്ട് പോകുന്നത്. അതിൽ 13 ദിവസമായി ആശാപ്രവർത്തകർ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകം. കാരണം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയതുമാണ്. കാരണം ഈ 13 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്നത് റിലേ നിരാഹാരമാണ്, അനിശ്ചിതകാല നിരാഹാരമാണ്. ആ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഓരോ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ അമ്മമാരുടെ പ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരാണ് ഇത്തരത്തിൽ ഈ നിരാഹാര സമരത്തിന് അനുഷ്ഠിക്കുന്നത്. ആ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതിനോടൊപ്പമാണ് മറ്റ് ആശാപ്രവർത്തകർ മറ്റ് ഉപവാസ സമരവും എല്ലാം തന്നെ നടത്തുന്നത്. ഇത്രയും സഹനമായ 51 ദിവസം ഭരണശിലാ കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരത്തിൽ സ്ത്രീ സമൂഹം സമരം ചെയ്തിട്ട്, അതും വൈകാരികമായ പല നിമിഷങ്ങളും കടന്നുപോയിട്ട് പോലും ഈ
ആശാപ്രവർത്തകന്മാരുടെ സമരത്തെ അല്ലെങ്കിൽ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ഈ സർക്കാർ സംവിധാനം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തവണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിലും ആ ചർച്ച പരിപൂർണമായും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സമരസമിതിയുടെ നേതാവ് മിനി ചേച്ചി ഇവിടെയുണ്ട്. ചേച്ചി, ഇപ്പോൾ ഇന്നലെ ഈ സമരത്തിൻ്റെ ഭാഗമായി മുടിമുറിക്കൽ സമരം അടക്കം ഇന്നലെ സംഘടിപ്പിച്ചു. ഇനിയും സമരം ശക്തമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അതെ, സമരം ശക്തമായി തുടരും. അതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഉടനെ തന്നെ പ്രഖ്യാപിക്കും. കാരണം ഈ തുകയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പൊതുസമൂഹവും അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേതനം വർദ്ധിപ്പിച്ചേ മതിയാകുള്ളൂ. അത് കിട്ടുന്നത് വരെയും സമരം തുടരും, ശക്തമായി തുടരും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ സ്നേഹത്തോടെ പരിപാലനം നടത്തുന്നതാണ് ഈ തലമുടി എന്ന് പറയുന്നത്. അത്തരത്തിൽ വൈകാരികമായി തലമുടി മുറിച്ച് പ്രതിഷേധം നടത്തിയപ്പോൾ ഇന്നലെ സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രി പറഞ്ഞത് ആ മുടികളെല്ലാമായിട്ട് നിങ്ങൾ ഡൽഹിയിലേക്ക് പോകൂ എന്നതാണ്. വളരെ പരിഹാസപൂർണ്ണമായിരുന്നു ഇന്നലത്തെ കേരളത്തിലെ തൊഴിൽ മന്ത്രിയുടെ പ്രസ്താവന. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു തൊഴിൽ മന്ത്രി മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയാണ്. അദ്ദേഹം എന്താണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന സന്ദേശം? സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുക. ഞങ്ങൾ പറയുന്നത് കേന്ദ്രത്തിന് മാത്രമല്ല, വിഹിതം കേരളത്തിനും കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കും. കേരളത്തിൻ്റെ വിഹിതം കൂടെ ഞങ്ങൾ കൊടുക്കും, 2 പേർക്കും കൊടുക്കും. അതാണ് പറയാനുള്ളത്. സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. സമരവുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ഇതുവരെ ഒരു അക്രമത്തിൻ്റെ മാർഗം എടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് പോലെ നിയമസഭയ്ക്കകത്ത് പരാക്രമം കാണിക്കുന്നത് പോലുള്ള ഒരു സംഗതികളും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായി സഭ്യമായി ഇടപെടാനാണ്. അത് ആര് പറഞ്ഞിരുന്നാലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ പ്രയോഗം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യാൻ ഇനിയെങ്കിലും ഈ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ കാണിക്കേണ്ട ഉത്തരവാദിത്തം കാണിക്കണം. 51 ദിവസത്തെ ഈ സമരം വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക്, ഇനി വേണമെങ്കിൽ ഒരു 4ാം ഘട്ട സമരം എന്ന നിലക്ക് അത് പോകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 1ാം ഘട്ടം എന്ന നിലയിൽ അവർ ഉപവാസ സമരങ്ങൾ ആരംഭിച്ചിരുന്നു. 2ാം ഘട്ട സമരം എന്ന നിലയിൽ അവർ നിരാഹാര സമരത്തിലേക്ക് പോയി. ഇന്നലെ കുറച്ചുകൂടി വൈകാരികമായ രീതിയിൽ അത് സമരം മുന്നോട്ട് കൊണ്ടുപോയി അവർ ആ മുടിമുറിക്കൽ സമരത്തിലേക്ക് പോയി. ഇനി സമരത്തിൻ്റെ അടുത്ത 4ാം ഘട്ടം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് സമരസമിതിയുടെ നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തു നടപടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സമരസമിതിയുടെ നേതാക്കൾ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സമരം ചെയ്യുകയും സമരത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സമരത്തിൻ്റെ മാർഗങ്ങളിലൂടെയാണ് കടന്നു വന്നവരെ എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതും തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ, അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് രോഹിണിക്ക് അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടതാണ് നങ്ങേലിയുടെ കഥ. അത് എത്രമാത്രമുണ്ട് എന്ന് ഞാൻ രോഹിണിക്ക് പറയുന്നില്ല. ആ നങ്ങേലിയുടെ കഥ കേരളത്തിലെ സ്ത്രീ നേതാക്കന്മാർ, അത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും ആ മുൻ ആരോഗ്യവകുപ്പ് 2 മന്ത്രിമാരും, അതായത് CPM-ന്റെ 2 പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാരും ആവർത്തിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ് നങ്ങേലിമാരുടെ കഥ. അപ്പോൾ അത്തരത്തിൽ പ്രസംഗം നടത്തുന്ന അവർ എന്തുകൊണ്ടാണ് ഈ അമ്മമാരുടെ വേദന കാണാതെ പോകുന്നു, അതിൽ രാഷ്ട്രീയം മാത്രം കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തൊഴിൽ മന്ത്രിയുടെ പ്രതികരണം അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞത് അങ്ങനെ കേന്ദ്രത്തിന് മാത്രമായിട്ടൊരു വിഹിതമില്ല, കേരളത്തിനും കൂടി ഒരു വിഹിതമുണ്ട്. കാരണം ഇവരുടെ ഓണറേറിയം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് നഗരസഭയടക്കം, മുത്തോലി ഗ്രാമപഞ്ചായത്ത് അടക്കം, മരട് നഗരസഭയടക്കം അങ്ങനെ നിരവധിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ വേതനം വർദ്ധിപ്പിക്കുമ്പോൾ അതൊന്നും വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല, അതൊന്നും തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. പക്ഷെ അങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രതികരണം നടത്തുമ്പോഴും മന്ത്രി മനസ്സിലാക്കേണ്ടത് ആശാവർക്കർമാർ എന്ന് പറയുന്നത് അവർ സാധാരണമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാരാണ്. അപ്പോൾ മന്ത്രിക്ക് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മന്ത്രിക്ക് തന്നെ ഒരു പ്രത്യേക ഓർഡർ ഇറക്കാൻ സാധിക്കും. ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുന്നതും ആ മന്ത്രിക്കാണ്. ആ മന്ത്രിക്ക് ഇവരെയൊക്കെ തന്നെ അവരുടെ വകുപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ സമരസമിതിയുടെ മറ്റു നേതാക്കളും പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല അവഹേളിക്കുക കൂടി ചെയ്യുകയാണ് സർക്കാരിൻ്റെ രീതി എന്ന് തന്നെയാണ് ഈ സമരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആശാ വർക്കർമാരുടെ അസഹന സമരം ഇന്ന് 51ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുടിമുറിക്കൽ ഉൾപ്പെടെയുള്ള വൈകാരിക സമര രീതികളിലേക്ക് കടന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാനോ കാണാനോ തയ്യാറാകാതെ മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെ നിലപാടുറപ്പിക്കുന്ന കടുത്ത നിലപാടുമായി നിൽക്കുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ആശാ വർക്കർമാർ സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം ഏതു രീതിയിലായിരിക്കും എന്നുള്ളത് തുടർന്നും അറിയിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അഖിൽ പാലോട്ട് മഠമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.
താമർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പുതുക്കിയ കുറ്റപത്രം സമർപ്പിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എറണാകുളം CJM കോടതി കുറ്റപത്രം മടക്കിയിരുന്നു. 4 സിവിൽ പോലീസുകാരാണ് പ്രതികൾ. കിരൺ കുമാർ ചേരുന്നു. കിരൺ, പറയൂ. രോഹിണി ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതി ഈ കുറ്റപത്രം മടക്കിയിരുന്നത്. ഇതിലെ ഈ പിഴവുകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ CBI സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും പിന്നീട് 2024 കേസിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കുകയും ചെയ്തിരുന്നത്. ക്രൈംബ്രാഞ്ച് കേസിലെ തന്നെ പ്രതികളായിട്ടുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ CBI കേസിലും പ്രതികളായിട്ടുള്ളത്. ഇവരെ 2024 മെയ് മാസത്തിൽ ഇവരുടെ വീടുകളിലെത്തി CBI സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം SP-യുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമായിരുന്നു ആദ്യം ഈ താമർ ജഫ്രിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിനിരയാകുകയും ഇയാൾ മരണപ്പെടുകയും ചെയ്തിരുന്നത്. താമർ ജഫ്രിക്ക് ക്രൂരമർദ്ദനങ്ങൾ ഏറ്റിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ജഫ്രിക്ക് ക്രൂരമർദ്ദനങ്ങൾ ഏറ്റിരുന്നതായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. 21ഓളം മുറിവുകളാണ് ഇയാളുടെ ദേഹത്തുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇരുമ്പ് ദണ്ടും ലാത്തിയും ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ മർദ്ദിച്ചിരുന്നതായിട്ടും കണ്ടെത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത് അന്യായമായി തടങ്കലിൽ വെക്കൽ, ഒപ്പം ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ഡാൻസ് സ്റ്റാഫ് ടീമിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസറും മറ്റ് 3 CPOമാരുമാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഏതായാലും 2023 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയായിരുന്നു ഈ കസ്റ്റഡിയിലിരിക്കെ താമർ ജഫ്രി കൊല്ലപ്പെടുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. ഇതിനെ തുടർന്ന് മർദ്ദിച്ച് മനഃപൂർവ്വം കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു പരാതിയായിരുന്നു ഈ താമർ ജഫ്രിയുടെ സഹോദരനടക്കമുള്ള ആളുകൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും മുന്നോട്ട് വെച്ചിരുന്നത്. താമർ ജഫ്രിയെ മർദ്ദിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതേത്തോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന മറ്റുള്ള ആളുകളും മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നീട് CBI കേസ് ഏറ്റെടുക്കുകയും ഇതിൽ അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഇതിലെ പുതുക്കിയ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. രോഹിണി. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഭക്തിസാന്ദ്രം കൊല്ലങ്കോട്. ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഇന്ന് 1200 തൂക്കക്കാരും 1166 കുട്ടികളുമാണ് ഈ വർഷം തൂക്കം നേർച്ചയുടെ ഭാഗമാകുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ കൊല്ലങ്കോട് ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ തൂക്കം ഇന്ന് നടക്കും. രാവിലെ 6:30 ഉഷപൂജയ്ക്കു ശേഷം ദേവി പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളും. തുടർന്ന് തൂക്കത്തിന് ആരംഭം കുറിക്കും. 1200 നേർച്ച തൂക്കക്കാരും 1166 കുട്ടികളുമാണ് ഈ വർഷത്തെ തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമാകുന്നത്. തൂക്കത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായതായി ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായർ ജനം TV-യോട് പറഞ്ഞു. 300 പോലീസ് ഉണ്ടായിരിക്കും, 300 ഹോം ഗാർഡ് ഉണ്ടായിരിക്കും. അതിൽ അവരുടെ സേവനം നമുക്ക് കൃത്യമായിട്ടും ഈ തൂക്ക ഉത്സവ ദിവസം ഉണ്ടായിരിക്കുമെന്നുള്ള തീർച്ചയാണ്. അതിനുവേണ്ട അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ 2025 തൂക്ക മഹോത്സവം വളരെ പ്രൗഢമായ രീതിയിൽ ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വനിതാ പോലീസ് അടക്കം 300-ലധികം ഉദ്യോഗസ്ഥരെയും കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രത്യേക സർവീസും ക്ഷേത്രത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇനി തിരുവുത്സവ നാളുകൾ. പൈങ്കുനിയുത്രം, വിഷു മഹോത്സവം, മേടമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. പൈങ്കുനിയുത്രം ഉത്സവത്തിന് നാളെ കൊടിയേറും. 11-ാം തീയതിയാണ് പമ്പയിൽ ആറാട്ട് നടക്കുക. ഉത്സവം തീരുമ്പോൾ വിഷു പൂജകൾ തുടങ്ങുന്നതിനാൽ ഈ മാസം 18 ദിവസം നട തുറക്കും.
സ്വാമിയെ ശരണം അയ്യപ്പ ശരണം വിളികളാൽ സന്നിധാനം ശരണമന്ത്രം മുഖരിതമാവുകയാണ് ഇനിയുള്ള 18 ദിനരാത്രങ്ങളിൽ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. നാളെ മുതൽ ദിവസവും പുലർച്ചെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ. നാളെ രാവിലെ 9:45-നും 10:45-നും മധ്യേ തന്ത്രി കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന പൈങ്കുനി ഉത്രം കൊടിയേറ്റു. ഏപ്രിൽ 3-ന് ഉത്സവബലി തുടങ്ങും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും മുളപൂജ. 6-ാം തീയതി വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങും. രാത്രി ശ്രീഭൂതബലിക്ക് ശേഷമാണ് എഴുന്നള്ളത്ത്. 10-ാം തീയതി രാത്രി 9-ഓടെ ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. തിരികെ എത്തി പഴുക്കാമണ്ഡപത്തിൽ വിശ്രമം. പിറ്റേന്ന് പുലർച്ചെ ശ്രീകോവിലേക്ക് മടങ്ങി പൂജകൾ നടക്കും. 11-ാം തീയതി രാവിലെ 9-ഓടെയാണ് പമ്പയിലേക്ക് ആറാട്ട് എഴുന്നള്ളത്ത്. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ ദർശനമില്ല. രാവിലെ 11 മണിക്ക് പമ്പയിൽ ആറാട്ട്. തുടർന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4-ഓടെ ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് തിരിച്ചെത്തുമ്പോൾ ഉത്സവം കൊടിയിറങ്ങും. രാത്രി 10-ന് നടയടയ്ക്കും. ഏപ്രിൽ 12-ന് വിഷു മഹോത്സവത്തിന് നട തുറക്കും. 14-ന് വിഷുദിനത്തിൽ പുലർച്ചെ 3-ന് വിഷുക്കണി ദർശനം. 18-ാം തീയതി രാത്രി 10 മണിക്ക് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. ജനം, പത്തനംതിട്ട. മറ്റു വാർത്തകൾ നോക്കാം. മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം പൊറുതിമുട്ടി തിരുവനന്തപുരം വേളി തുമ്പ റോഡിന് ഇരുവശത്തെയും താമസക്കാർ. പൗണ്ട് കടവ്, സ്റ്റേഷൻ കടവ് ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡിലൂടെയുള്ള യാത്രയും ദുസ്സഹമാണ്. പരാതി നൽകിയിട്ടും നഗരസഭ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വേളി തുമ്പ റോഡ് APJ അബ്ദുൽ കലാം പാർക്കിനും VSSCക്കും ഇടയിലുള്ള സ്ഥലം പൗണ്ട് കടവ് ജംഗ്ഷൻ. ഇവിടെയാണ് ഇരുവശങ്ങളിലും മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുന്നത്. അവിടെ ആയിരുന്നു. ഇപ്പോഴും തുടങ്ങിയിട്ട് ഒരു 7 മാസം കഴിഞ്ഞു. അത് എല്ലാവരും കാണാൻ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ അത് രാവിലെയും വെളുപ്പാൻ കാലത്തും 5 മണിക്ക് അവർ ചിലപ്പോഴും നമ്മൾ ആളുകളെയൊക്കെ നോക്കിയിട്ട് വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ട് അങ്ങ് എറിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്. അവർ പറയണത് എന്താ വെച്ചാൽ റെയിൽവേയിൽ അവിടെ കിടക്കണതിന് ഞങ്ങൾ എന്തൊരു വേണമെന്നാണ് അവർ പറയണത്. നമ്മളൊക്കെ പറയാനൊന്നും പറ്റൂല. റെയിൽവേയിൽ കിടക്കണ റെയിൽവേയിൽ ഇവിടെ തന്നെ വൃത്തിയാക്കാൻ ഈ പാമ്പൊക്കെ വന്നെങ്കിൽ വൃത്തിയാക്കാനായിട്ട് അവരെ വിളിച്ചാൽ പറയും ഞങ്ങൾക്ക് റെയിൽവേയിട്ട് ഒരു ഇതുമില്ലെന്ന്. അയ്യോ, ചില സമയത്ത് ഒന്നാമത് വണ്ടി പോകുമ്പോൾ ഉള്ള സ്മെല്ല്. അത് ചില വണ്ടിയാണെങ്കിൽ നമ്മൾ തല ഇറങ്ങി വീഴും. ഇതിനകത്ത് ഓഫീസിൽ ജോലിക്ക് വരുന്ന പിള്ളേർ ഇതുവഴിയാണ് ഇറങ്ങിപ്പോണത്. അഥവാ വണ്ടി വരുമ്പോൾ അപ്പുറത്തുമൊക്കെ ആണെങ്കിൽ നാറ്റം കാരണം അവർക്ക് ചിലപ്പം കൊലച്ചാണ് പോണത്. നമ്മൾ നേരത്തെ കണ്ടത് പൗണ്ട് കടവ് ജംഗ്ഷനാണ്. ഇപ്പോൾ ഇത് സ്റ്റേഷൻ കടവ് റെയിൽവേ പാളത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യ കൂമ്പാരമാണ്. നഗരസഭയ്ക്ക് കീഴിൽ വരുന്നൊരു സ്ഥലമാണിത്. എന്നിട്ടാണ് ഇവിടെ ഇത്രയും കൂടുതൽ മാലിന്യം കയറി കിടക്കുന്നത്. ഇരുവശങ്ങളിൽ വീടുകളുണ്ട്, താമസക്കാരുണ്ട്. എല്ലാവർക്കും അതിരൂക്ഷമായ ഗന്ധമാണ് ഈ ഒരു പ്രദേശത്തിൽ നിന്ന് ഏൽക്കാൻ സാധിക്കുന്നത്. നമുക്കിവിടെ നിൽക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അധികൃതർ എന്താണ് ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നൊരു ചോദ്യം നമുക്കിവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഓരോ തവണയും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു വേസ്റ്റ് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ക്യാമറാമാൻ വിജു എം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.
ഏതു നിമിഷവും തകർന്നു വീഴാറായ കൂരയിൽ ജീവനും കയ്യിൽ പിടിച്ചു കഴിയുകയാണ് കണ്ണൂർ മൊട്ടക്കുന്നിലെ കമലാക്ഷിയും കുടുംബവും. വീടിനായി പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയിട്ടും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല. അതേസമയം മുൻഗണനാക്രമത്തിലാണ് വീടുകൾ അനുവദിക്കുന്നതെന്നും ഈ സാമ്പത്തിക വർഷം കമലാക്ഷിക്ക് വീട് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇക്കാണുന്നതിനെ ഒരു വീടെന്ന് പോലും പറയാൻ സാധിക്കുമോ എന്നറിയില്ല. കീറിയ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും മറ്റും മറച്ച ഒരു കൂര. ഇവിടെയാണ് കമലാക്ഷിയും അച്ഛനും അമ്മയും മകനും സഹോദരിയും താമസിക്കുന്നത്. 8 വർഷത്തോളമായി വീടിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. അടച്ചുറപ്പുള്ള ഒരു വീടിനായി പഞ്ചായത്തിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞത് മിച്ചം. പഞ്ചായത്തിൽ പോകുമ്പോൾ അവർ പറയുന്നു, വീട്ടിൻ്റെ അപേക്ഷ കൊടുക്കാൻ പോയാൽ അവർ പറയുന്നു ഒന്നും ശരിയായിട്ടില്ല, ഇടാ അതിൻ്റെ ഇതൊന്നും ഇവിടെ ഇല്ല, എന്നാൽ വേറൊരു ദിവസം വന്ന്. അങ്ങനെ ഞാൻ വേറൊരു ദിവസം വീണ്ടും പിന്നെയും ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് പോകുമ്പം അവർ പറയുന്നു അതിൻ്റെ ശിഷ്ടമൊന്നും ഇടിയില്ല, മാറ്റി വെച്ചിട്ടാന്നില്ലേന്ന്. പിന്നെ എന്നെ മാത്രം എന്തെങ്കിലും ഇങ്ങനെ ഉരുട്ടി കളിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങളെ നമ്പർ ഇപ്പോഴേ ആയിട്ടില്ലാന്ന്. ഇപ്പം വീണ്ടും ഞാൻ പ്ലാൻ വരച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞേരം കൊണ്ടു കൊടുത്തിട്ട് അവർ പറഞ്ഞ് അവിടെ സ്വീകരിക്കൂലാണ്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഈ വീട്ടിൽ ജീവനും കയ്യിൽ പിടിച്ചാണ് ഇവർ അന്തിയുറങ്ങുന്നത്. ഇത്രയും മോശം അവസ്ഥയിൽ താമസിക്കുന്ന മറ്റൊരു കുടുംബം രാമന്തളി പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടിൽ, അതായത് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലുണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം വളരെ ദയനീയമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. അതേസമയം മുൻഗണനാക്രമത്തിലാണ് വീടുകൾ അനുവദിക്കുന്നതെന്നും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ കുടുംബത്തിന് വീട് നൽകാൻ കഴിയുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. മുൻഗണനയും പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയാകും വരെ അപകടാവസ്ഥയിലുള്ള വീട്ടിൽ കഴിയുന്ന ഇവർക്ക് ഒന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാം. ജനം, കണ്ണൂർ. ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ സഹപ്രവർത്തകർക്ക് പ്ലാവിൻ തൈ സമ്മാനിച്ച് കോടതി ജീവനക്കാരൻ. വടകര മുൻസിഫ് കോടതി ജീവനക്കാരനായ പി രമേശനാണ് 200ഓളം സഹപ്രവർത്തകർക്ക് പ്ലാവിൻ തൈ സമ്മാനിച്ചത്. വിരമിക്കുമ്പോൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക സാധാരണമാണ്. എന്നാൽ തിരിച്ച് സമ്മാനം നൽകുക അപൂർവവും. ഇങ്ങനെ നാളേക്കായി മധുരം സമ്മാനിച്ച് വ്യത്യസ്തനായിരിക്കുകയാണ് രമേശൻ. വിയറ്റ്നാം എയർലി ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് പ്ലാവിൻ തൈയാണ് 200ഓളം സഹപ്രവർത്തകർക്ക് സമ്മാനിച്ചത്. എല്ലാവരും ചായയും ഭക്ഷണവും കൊടുക്കുമ്പോൾ ഞാനതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഓരോ വൃക്ഷത്തൈകൾ കൊടുത്തുകൊണ്ട് റിട്ടയർ ചെയ്യാൻ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഇനമെങ്കിലും നമ്മുടെ വീടുകളിൽ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉത്പാദിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 21 വർഷത്തെ ജോലിക്കിടെ സമയം കിട്ടുമ്പോഴൊക്കെ കോടതി മുറ്റത്തെ ചെടികളെ പരിപാലിക്കുമായിരുന്നു. നട്ടും നനച്ചും ചെടികളെ വളർത്തിയതും രമേശൻ തന്നെ. വീട്ടുവളപ്പിലും ജൈവ കൃഷി ചെയ്യുന്നുണ്ട്. ഇനിയുള്ള സമയം മുഴുവൻ കൃഷിക്ക് ചെലവഴിക്കാനും കൃഷി വിപുലപ്പെടുത്താനുമാണ് രമേശന്റെ തീരുമാനം. ജനം, കോഴിക്കോട്. യുക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് റഷ്യ. റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിലെ നിലപാടുകളെ ഇന്നലെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അധിക താരിഫ് റഷ്യയ്ക്ക് ചുമത്തുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണെന്ന നിലപാടാണ് റഷ്യ അറിയിക്കുന്നത്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, തീർച്ചയായും അമേരിക്കയുമായി റഷ്യയുമായുള്ള ബന്ധം അമേരിക്ക കുറെ കൂടി നിയന്ത്രിതമാക്കുന്നു അല്ലെങ്കിൽ കർക്കശമാക്കുന്നു എന്നൊരു നിലപാടായിരുന്നു ഇന്നലെ ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ട്രംപ് പറഞ്ഞത് വളരെ കൃത്യമായ നിലപാടാണ് പറഞ്ഞത്. ഇത്തരത്തിൽ വെടിനിർത്തൽ, അതായത് യുക്രൈൻ യുദ്ധത്തിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് റഷ്യയാണ്. ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് തുടർന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആ പെട്രോളിയം രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തും. അതുപോലെ തന്നെ റഷ്യയ്ക്കും 25% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന നിലപാടാണ് അറിയിച്ചത്. അത്തരത്തിൽ കർശനമായ നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. മറ്റൊരു പ്രധാന പ്രശ്നം അദ്ദേഹം എടുത്തു പറഞ്ഞത് യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. വെടിനിർത്തൽ നീട്ടിവെക്കുന്നതിന് ഓരോ കാരണങ്ങൾ കണ്ടെത്തുക മാത്രമാണ്
ചെയ്തതെന്ന രോക്ഷത്തോടെയുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുന്നുവോ അല്ലെങ്കിൽ അത് വഷളാകുന്നുവോ എന്നൊരു ആശങ്ക പുറത്തു വരികയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണ് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിലും പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പുത്തൻപുലരിയുടെ 1 മണിക്കൂർ പിന്നിടുകയാണ്. നമുക്ക് ഇനി വരുന്ന മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. ജമ്മുകാശ്മീരിലെ കത്വയിൽ 3 ഭീകരരെ വളഞ്ഞ സുരക്ഷാ സേന. ഏറ്റുമുട്ടൽ തുടരുന്നു. ഭീകരവാദം തുടച്ചു നീക്കുന്നതുവരെ ഓപ്പറേഷൻ സഫിയാൻ തുടരുമെന്ന് പോലീസ്. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ. നിലപാടിൽ ഉറച്ച് KCBCയും CBCIയും. ആശങ്കയിൽ UDF. സഭകളുടെ അതൃപ്തി ഭയന്ന് മുന്നണി. കുന്നമംഗലത്തെ തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസം. ജപ്തി നടപടികൾക്ക് സാവകാശം നൽകി പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. നടപടി ജനം TV വാർത്തയെ തുടർന്ന്. ജനം ഇംപാക്ട്. ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. പൈങ്കുനി ഉത്രം മഹോത്സവത്തിന് നാളെ കൊടിയേറും. ഏപ്രിൽ 11 പമ്പയിൽ ആറാട്ട്. ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഇന്ന്. ചൈനയ്ക്കെതിരെ കൂടുതൽ US നടപടി. ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണങ്ങൾ. നടപടി ടിബറ്റിൽ US ഉദ്യോഗസ്ഥർക്ക് ചൈന പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെ. കണ്ണീരടങ്ങാതെ മ്യാൻമർ. 2000 കടന്നു മരണം. ദുരന്തമുഖത്ത് താൽക്കാലിക ആശുപത്രി സജ്ജമാക്കാൻ കരസേന. ഓപ്പറേഷൻ ബ്രഹ്മ തുടർന്ന് ഭാരതം. IPL-ൽ വിജയ ട്രാക്കിൽ മുംബൈ. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. അരങ്ങേറ്റത്തിൽ തകർത്ത് അശ്വിനി കുമാർ. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. KCBCയും CBCIയും ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ബില്ലിനെ എതിർത്താൽ സഭകളുടെ അതൃപ്തി നേരിടേണ്ടി വരും എന്നാണ് UDF വിലയിരുത്തൽ. മുനമ്പം വിഷയമടക്കം സഭകൾ ഏറ്റെടുത്തതോടെ തള്ളാനും കൊള്ളാനും വയ്യാതെ ഇടത് വലത് MPമാരും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനും അഖിൽ പാലോട്ടുമഠവും ചേരുന്നു. ആദ്യം ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം ഏത് രീതിയിലാണ് സഭ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നാളെ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? രോഹിണി, വഖഫ് നിയമ ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ മാത്രമാണത്. ലോക്സഭയുടെ ബിസിനസ്സിൽ, അതായത് ലോക്സഭയുടെ നടപടിക്രമങ്ങളിൽ അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ പാർലമെന്റ് സമ്മേളനം ഈ മാസം 4-ാം തീയതിയാണ് ഏറ്റവും അവസാനിക്കുന്നത്. 4-ാം തീയതി വരെയാണ് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ബില്ല് അവതരിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 14 ശുപാർശകൾ ഈ ബില്ലിന്മേൽ പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. ആ ശുപാർശകൾ ഉൾക്കൊണ്ടുകൊണ്ട് ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ ബില്ല് അവതരിപ്പിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം ബില്ല് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ഈ ബില്ല് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ആ അവതരിപ്പിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെയും NCPയുടെയും ഒപ്പം DMKയുടെയും
കോൺഗ്രസിന്റെയും CPM-ന്റെയും ഉൾപ്പെടെയും MP-മാർ ഇതിനെ രൂക്ഷമായി എതിർക്കുന്ന സാഹചര്യവും ഈ ബില്ല് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഏകദേശം 6 മാസത്തിലധികം പിന്നിടുമ്പോൾ അന്നുണ്ടായിരുന്ന സ്ഥിതിയല്ല നിലവിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ എന്താണ്, ഈ ബില്ല് കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത എന്താണ് എന്നുള്ളതും ഒപ്പം നിലവിൽ വഖഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ സംബന്ധിച്ചുമെല്ലാം പൊതുജനങ്ങൾക്കിടയിൽ തന്നെ വലിയ ചർച്ച, പ്രത്യേകിച്ച് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രാജ്യം മുഴുവൻ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കുകയും വിശദമായ പരിശോധനകൾ നടത്തുകയും ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ ഇഴകീറി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതികരണങ്ങൾ പൊതുമധ്യത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മുനമ്പം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ആളുകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഭൂമി നഷ്ടപ്പെടുന്നതും ഒപ്പം ഭൂമി അനധികൃതമായി ഇതിനോടകം കയ്യേറിയതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഒപ്പം രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ KCBC-യും CBCI-യും ഉൾപ്പെടെയുള്ള കത്തോലിക്ക ബിഷപ്പുമാരുടെ കൂട്ടായ്മ, ക്രിസ്ത്യൻ സമൂഹം, ഒപ്പം ഈ വഖഫ് ബോർഡിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള അധികാരത്തിന്മേൽ ഭൂമി പിടിച്ചടക്കിയതോടെ അതിന് ഇരകളായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി നിലവിൽ പണം കൊടുത്ത് വാങ്ങുകയും സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടും ഭൂമി നഷ്ടപ്പെടുമെന്ന വലിയ ആശങ്കയിൽ കഴിയേണ്ടി വരുന്ന നാനാ മതത്തിൽപ്പെട്ട ജാതിക്ക് അപ്പുറത്തേക്ക് അത്തരത്തിൽ ഈ വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതമായ നിയമവും അവരുടെ ഭൂമി കയ്യേറ്റവും കാരണം അതിന്റെ ഇരകളായിട്ടുള്ള പൊതുജനങ്ങളും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം, KCBC ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ അതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും വോട്ട് ചെയ്യണമെന്ന ആഹ്വാനമാണ് KCBC നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ആഹ്വാനങ്ങളെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തിയത് ഈ ബില്ല് ഒരു മതസ്വാതന്ത്ര്യത്തിനുമെതിരല്ല, ഒരു മതത്തിനുമെതിരല്ല, പകരം വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ സുതാര്യമാക്കുന്നതാണ് എന്ന പ്രതികരണം കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ ബില്ല് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള MP-മാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. KCBC ഉൾപ്പെടെയും ക്രിസ്ത്യൻ സമൂഹവും ഒപ്പം മുനമ്പം ഉൾപ്പെടെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയ പൊതുജനങ്ങളുടെയും ആവശ്യം ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് എല്ലാവരും പാർലമെന്റിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒപ്പം ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കുമ്പോൾ 2024 ഓഗസ്റ്റിലാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നുള്ളത് നിലവിൽ വഖഫ് ബോർഡ് ഒരു ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പിന്നീട് ആ ഭൂമി തൻ്റേതാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിലവിൽ ആ ഭൂമിയുടെ ഉടമസ്ഥനാണ്. അതും തെളിയിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലാണ്. അത്തരം കേസുകൾ വരുമ്പോൾ 90% വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണ് ട്രൈബ്യൂണലിന്റെ വിധി വരാറുമുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. ആ ഭൂമി പ്രശ്നം വരുമ്പോൾ അത് സർവേ നടത്താൻ ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ കളക്ടർ നിർദ്ദേശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനോ ഭൂമി പരിശോധിക്കുന്നതിനും സർവേ നടത്തുന്നതിനുള്ള അധികാരം നൽകുന്നു. ഒപ്പം വഖഫ് ബോർഡ് കുറച്ചുകൂടി സുതാര്യമാക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന പ്രതിനിധികളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തും. അത്തരത്തിൽ വഖഫിന്റെ സ്വത്തുക്കൾ സുതാര്യമായി സംരക്ഷിക്കുകയും അനിയന്ത്രിതമായ നിയമങ്ങളും അധികാരങ്ങളും വഖഫ് ബോർഡിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതുമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും മുസ്ലിം മതത്തിനെതിരാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന ചൂണ്ടിക്കാട്ടലുകളാണ് CPM-ഉം കോൺഗ്രസും എല്ലാം നടത്തിയിട്ടുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരള നിയമസഭയിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഒപ്പം തമിഴ്നാട്ടിൽ DMK-യും എല്ലാം തന്നെ പ്രമേയം പാസാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു വിഷയത്തിൽ മതസ്വാതന്ത്ര്യത്തിന് എത്രത്തോളം എതിരാണെന്ന വിഷയത്തിൽ ഈ ബില്ല് ഏറ്റവും കൂടുതൽ ഇഴകീറി പരിശോധിച്ചിട്ടുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള 2-3 പോയിന്റുകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് ബോർഡ് എന്നുള്ളത് ഒരു മതസ്ഥാപനമല്ല, അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ബോർഡ് മാത്രമാണ്. കൂടാതെ വഖഫ് നിയമ ഭേദഗതി ഒരു മതസ്വാതന്ത്ര്യവുമായി ബന്ധമില്ല എന്നും ആ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, ഒപ്പം പൊതുജനങ്ങൾക്ക് ബോർഡുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ വ്യവഹാരം നടത്തുന്നതിനുമാണ് നിയമ നടപടി, നിയമ ഭേദഗതി എന്നുള്ളത് ജഗദാംബിക പാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും ബില്ലുടൻ തന്നെ പാർലമെന്റിൽ വരും. നാളെ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അഥവാ അത് ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമായിരിക്കും അടുത്ത സമ്മേളന കാലയളവിലേക്ക് ബില്ല് അവതരണം നീണ്ടുപോവുക. ബില്ലിനെ പിന്തുണയ്ക്കണോ അതല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെയും CBCയുടെയും KCBCയുടെയും എല്ലാം ആഹ്വാനം തള്ളണമോ എന്ന പ്രതിസന്ധിയിലാണ് നിലവിൽ കേരളത്തിലെ ഉൾപ്പെടെയുള്ള MP-മാർ. രോഹിണി. അതെ, ശരി ജിഷ്ണു. അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട്. അഖിൽ,
വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്തെ സാഹചര്യം. ഇത്രയും നാൾ വഖഫിന്റെ പേരിൽ ഇരട്ടത്താപ്പ് തുടരുന്ന ഒരു നയമാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ കൃത്യമായി തന്നെ അവർക്ക് അവരുടെ നിലപാടുകൾ എടുത്തേ മതിയാകുകയുള്ളൂ. അത് മാത്രമല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് MP-മാരോട് KCBC അടക്കമുള്ള സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാഷ്ട്രീയം മറന്ന് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം, വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം, മുനമ്പം ജനതയ്ക്ക് അനുകൂലമായി നിൽക്കണം എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്നും അത്തരം ആവശ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇരട്ടത്താപ്പ് നടക്കില്ല എന്നുള്ളത് അറിയാം. കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് UDF എന്നും കണക്കാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? രോഹിണി, അത് ശരിയാണ്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെയാണ് ഇതിൽ ഏറ്റവും നിർണായകം. നാളെ ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ദേശീയ തലത്തിലെ കോൺഗ്രസ് അല്ല, കേരളത്തിലെ UDF ആണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. കാരണം വഖഫ് ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വഖഫ് പ്രശ്നം കേരളത്തിൽ ചർച്ചയാകുമ്പോൾ ഒരു വശത്ത് നിൽക്കുന്നത് അത് വഖഫ് ബോർഡാണ്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗുമാണ് ആ ബില്ലിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിലൊരു നിലപാട് UDF എടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതലായി രാഷ്ട്രീയമായി കേരളത്തിൽ UDF നേരിടാൻ പോകുന്ന വെല്ലുവിളികളിൽ ഒന്ന്. കാരണം വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളിലെല്ലാം തന്നെ ഒന്നടങ്കം UDF MP-മാർ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ MP-മാരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 17 MP-മാരാണ് UDF-നുള്ളത്, ഒരെണ്ണമാണ് CPM-നുള്ളത്. അതിൽ CPM-ഉം ഒരു പരിധിവരെ അതിൽ പ്രതിസന്ധിയാണ്. കാരണം പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് ബില്ലിന്മേൽ ചർച്ച ആരംഭിക്കുമ്പോൾ കക്ഷി നേതാക്കൾ സംസാരിക്കുമ്പോൾ അതിൽ കക്ഷി നേതാക്കളുടെ അഭിപ്രായം എന്തായാലും പറയുക, അത് പാർട്ടിയുടെ അഭിപ്രായമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്നത് അത് K. രാധാകൃഷ്ണനാണ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂരിൽ നിന്നുള്ള MP-യാണ്. കാരണം അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതിൽ CPM-ന് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ നാളെ പോകാൻ സാധ്യതയില്ല. കാരണം അവരുടെ പാർട്ടി കോൺഗ്രസ് ഇന്ന് വൈകുന്നേരം മുതൽ മധുരയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നു എന്നൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷയാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കാൻ സാധിക്കും. മറ്റൊന്ന് UDF ആണ്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഘടന അനുസരിച്ച് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് കേരളത്തിലെ UDF MP-മാർ ജയിച്ചിട്ടുള്ളത്. അത് പത്തനംതിട്ടയായാൽ പോലും, കോട്ടയമായാൽ പോലും, ഇടുക്കി ആയാൽ പോലും, ഏകദേശം വരുന്ന എറണാകുളത്തായാൽ പോലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആ പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ പിണക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട ആ വാർത്തയൊക്കെ നമ്മൾ നൽകിയതുമാണ്. മുനമ്പം സമരസമിതി ആവർത്തിച്ച് അവർ പറയുന്നുണ്ട്, ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിന് എതിരഭിപ്രായം കേരളത്തിലെ MP-മാർ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിലെ MP-മാർ അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്താൽ ഈ കടുത്ത പ്രതിസന്ധി അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധം അതിൽ നേരിടേണ്ടി വരുമെന്ന മുനമ്പത്ത് സമരം നടത്തുന്നവർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ സമരത്തിന് നേതൃത്വം നൽകുന്നതും ഒരു ക്രൈസ്തവ സംഘടന അവിടെ നേതൃത്വമുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു നിർണായകമായ ദിവസം കൂടിയാണ്. കാരണം പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കും അത് കോൺഗ്രസിനുമുണ്ട്. കാരണം വിശാലമായി കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും എടുക്കുന്ന രണ്ടു തരത്തിലുള്ള നിലപാടും അതിൽ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ കാര്യം എന്ന് പറയാൻ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം KCBC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും സംഘടനകളും ഒക്കെ തന്നെ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അത് പരിപൂർണമായും അതിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം കേരളത്തിലെ മുഴുവൻ MP-മാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. NDA-യുടെ ഒരു MP-ആണുള്ളത്, LDF-ന് ഒരു MP-ആണുള്ളത്. ബാക്കി 18 MP-മാരുമുള്ളത് അത് UDF-നാണ്. അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കാണണം. ആ UDF MP-മാരുടെ കൂട്ടത്തിൽ 2 ലീഗ് MP-മാരുണ്ട്. ആ ലീഗ് MP-മാർ തിരഞ്ഞെടുക്കപ്പെട്ട 2 ലീഗ് MP-മാരുണ്ട്. രാജ്യസഭയിലേക്കും കേരളത്തിൽ നിന്ന് ഒരു ലീഗ് MP ഉണ്ട്. അങ്ങനെ 3 പേരുണ്ട്. അവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഇതിൽ നിർണായകമായ ഒരു കാര്യമാണ്. അതിനനുസരിച്ചായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനി UDF എന്ത് പ്രസക്തി എന്നുള്ള കാര്യത്തിന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. ആദ്യഘട്ടം മുതൽ നിയമസഭയ്ക്കകത്ത് മുനമ്പം സമരം ആരംഭിക്കുമ്പോഴും അല്ലെങ്കിൽ വഖഫ് പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോഴും ഒക്കെ തന്നെ അത് രമ്യമായി പരിഗണിക്കണമെന്നൊരു ആവശ്യം ഒഴുക്കുമട്ടിലെ നിലപാടായിരുന്നു പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ എടുത്തത്. വഖഫ് ഭേദഗതി ബിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ
അധിനിവേശത്തിനെതിരെ പല സ്ഥലങ്ങളിലും നടന്ന സമരങ്ങളിലൊക്കെ തന്നെ UDF നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അവരെല്ലാവരും അവിടുത്തെ ബാധിക്കപ്പെട്ട ജനതയ്ക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു. പക്ഷേ ആവർത്തിച്ച് അത് BJP അടക്കമുള്ള സംഘടനകൾ ചോദിച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കേരള നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കി അത് കൊടുക്കാൻ തയ്യാറായില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയമായ വെല്ലുവിളി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ഉണ്ട് UDFന് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാളെ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ UDFന് കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന പഴമൊഴി പോലെ ആയിരിക്കും നാളെ UDFന്റെ അവസ്ഥ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കടുത്ത പ്രതിസന്ധി തന്നെ സംസ്ഥാനത്തെ UDF നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഖിൽ, നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ വച്ചു പുലർത്തുന്ന നിലപാടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. മുനമ്പം ജനതയോടൊപ്പം എന്ന് പറഞ്ഞിരുന്ന അതേ സമയത്താണ് നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായ പ്രമേയം പാസാക്കിയത്. അന്നും മുനമ്പം ജനത ചോദിച്ചിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരല്ലേ നിങ്ങളെ ജയിപ്പിച്ച നിയമസഭയിലേക്ക് വിട്ടത്, എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോഴൊക്കെ ഉരുണ്ട് കളിക്കുന്ന ഒരു നയം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് വച്ചു പുലർത്തുന്ന ഒരു നയമാണ് തുടർന്നത്. പക്ഷേ നാളെ ബിൽ പാർലമെന്റിൽ വരുമ്പോൾ അങ്ങനെയല്ല. കാരണം ഇവർ ഏതു രീതിയിലാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അനുകൂലമായി സംസാരിക്കുന്നത് എന്നുള്ളത് സസൂക്ഷ്മം വിലയിരുത്തും പൊതുസമൂഹം എന്നുള്ളത് കൊണ്ട് തന്നെ. അതുമാത്രമല്ല, സഭാ നേതൃത്വം അടക്കം ഇതിൽ കൃത്യമായ ഒരു നിലപാടും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത പ്രതിസന്ധിയോ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു, മറുഭാഗത്ത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു, ഇതിൻ്റെ ഇരകളായവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് MPമാരെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് സസൂക്ഷ്മം വിലയിരുത്തപ്പെടും എന്ന് തന്നെയല്ലേ നമുക്ക് കണക്കാക്കേണ്ടത്. രോഹിണി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം UDF MPമാരെ സംബന്ധിച്ചിടത്തോളം 18 MPമാർ ഉള്ളതിൽ ഏകദേശം 5ഓളം MPമാർ വലിയ സഭാ പിന്തുണയോടുകൂടി ജയിച്ചവരാണ്. അതിൽ തിരുവനന്തപുരത്തെ MP ശശി തരൂരാകട്ടെ, അതുപോലെ തന്നെ പത്തനംതിട്ട MP ആന്റോ ആന്റണി ആവട്ടെ, കോട്ടയത്ത് നിന്നുള്ള MP ഫ്രാൻസിസ് ജോർജ് ആകട്ടെ, അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ് ആകട്ടെ, എറണാകുളത്ത് നിന്നുള്ള ഹൈബീഡൻ ആകട്ടെ, ഇവരെല്ലാവരും തന്നെ വലിയ രീതിയിൽ സഭാ പിന്തുണയോടുകൂടി ജയിച്ചു വന്നവർ തന്നെയാണ് എന്ന് നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അവരൊക്കെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് ഹൈബീഡനാണ്. എറണാകുളത്ത് മുനമ്പത്ത് ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ മുനമ്പത്താണ് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി അല്ലെങ്കിൽ വഖഫ് പ്രശ്നവുമായി ഏറ്റവും വലിയ സമരം നടക്കുന്നത്. 150 ദിവസത്തോളമായി മുനമ്പത്ത് അവിടെ ജനങ്ങൾ അവരുടെ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ഘടകകക്ഷി മുസ്ലിം ലീഗ് ആകട്ടെ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ആകട്ടെ, അങ്ങനെ UDFിലെ വിവിധ കക്ഷികളെല്ലാം തന്നെ അവിടെ പോവുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ അവർ ഒരു വശത്ത് ചെയ്യുമ്പോഴും സഭയ്ക്കകത്ത് വന്ന ഒരു വിരുദ്ധമായ നിലപാടാണ് പ്രതിപക്ഷം സർക്കാരിനൊപ്പം ചേർന്ന് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഹൈബി അടക്കമുള്ളവർ ഇതിൽ വലിയ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ മുനമ്പത്തെ അവിടുത്തെ സമരസമിതിയുടെ കൺവീനർ പ്രസംഗിച്ച വാക്കു കടമെടുത്താൽ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഇവിടുത്തെ MP നിലപാട് സ്വീകരിച്ചാൽ തിരിച്ചു വരുമ്പോൾ കാലുമുട്ട് തല്ലിയൊടിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. കാരണം ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം, ഞാൻ നേരിട്ട് കേട്ടതുമാണ്. അദ്ദേഹം അങ്ങനെ ആ തരത്തിലായിരുന്നു പ്രസംഗം നടത്തിയത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കുന്നത് ഹൈബിയാണ്. അതിനുശേഷമുള്ളത് ഡീൻ കുര്യാക്കോസ് ആണ്. കാരണം മലയോര കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ മലയോര പ്രദേശത്തെയും ഒക്കെ തന്നെ ക്രൈസ്തവരുടെ വോട്ട് ബഹുഭൂരിപക്ഷമായി വാങ്ങി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഭാ നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണ നേടിയാണ് ഈ ഡീൻ കുര്യാക്കോസ് കോട്ടയത്ത് നിന്ന് ജയിച്ചത്, ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചതും എല്ലാം തന്നെ ഇങ്ങനെ സഭാ നേതൃത്വത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ സഭാ നേതൃത്വം ഒരു കാര്യം ആവശ്യപ്പെടുകയും അതിന് ക്ഷമിക്കണം, ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത് ചാലക്കുടി MP ബെന്നി ബെഹനാനും കൂടി ഇതിൽ ചേർത്ത് പറയാനുള്ളതാണ്. അങ്ങനെ ഈ സഭാ നേതൃത്വത്തിൻ്റെ എല്ലാവരുടെയും വോട്ട് വാങ്ങി ജയിച്ച ഈ UDF MPമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത്. ഇപ്പോൾ കാസർഗോട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ പ്രശ്നമുണ്ടാകില്ല. കാരണം അവിടെ വലിയ സ്വാധീനമൊന്നും സഭാ നേതൃത്വത്തിനില്ലായിരുന്നു. കണ്ണൂരാകട്ടെ കെ സുധാകരനും ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിക്ക് ഇതിൽ തീരെ പ്രശ്നമുണ്ടാകില്ല. കാരണം കേരളത്തിലെ പൊളിറ്റിക്സ് ഒന്നും അവർക്ക് വലിയ പ്രശ്നമുണ്ടാകില്ല. അങ്ങനെ അവിടുത്തെ മലബാർ മേഖലയിലെ UDF MPമാർക്കൊന്നും പാലക്കാട് വരെ VK ശ്രീകണ്ഠൻ വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. കോട്ടയത്ത് MP രാഘവനോ ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് നിൽക്കാൻ സാധിക്കും. പക്ഷേ അതിന്
താഴെ തൃശ്ശൂർ സുരേഷ് ഗോപിയും കഴിഞ്ഞ് അതിന് താഴെ എറണാകുളത്തേക്ക് എത്തുമ്പോൾ മുതൽ ഈ പ്രശ്നം ആരംഭിക്കും. ഹൈബിക്കായാലും ഇടുക്കിയിൽ ഡീനിലൊക്കെ ആയാലും ഈ പ്രശ്നം എന്തായാലും നേരിടേണ്ടി വരും. ഒരു നല്ല നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം ആശങ്ക അനുഭവിക്കുന്ന സ്വന്തം ഭൂമിക്ക് വേണ്ടി, സ്വന്തം കിടപ്പാടത്തിനു വേണ്ടി ഇത്രയും നാൾ ഒരുക്കുകൂട്ടി വെച്ച ആ സ്വത്തിനു വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഈ മുനമ്പത്തിൻ്റെ ജനതയടക്കമുള്ള, അല്ലെങ്കിൽ വഖഫ് ഭൂമിയാണ് എന്ന അവകാശവുമായി കടന്നു കയറുന്ന, അധിനിവേശം നടത്തുന്ന, വഖഫ് ബോർഡിനെതിരെ സമരം നടത്തുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒപ്പം ഈ എംപിമാർ ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം UDF ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. നമുക്കറിയാം KCBCയും CBSEയും ഒക്കെ ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ കടുത്ത പ്രതിസന്ധിയിൽ തന്നെ ആക്കുന്നുണ്ട്. ബില്ലിനെ എതിർത്താൽ സഭകളുടെ അതൃപ്തി നേരിടേണ്ടി വരും എന്നുള്ള വിലയിരുത്തലുമുണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം. ജിഷ്ണു കൃഷ്ണനും അഖിൽ പാലോട്ട് മഠവുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിൽ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കത്വയിൽ രാംകോട്ട് മേഖലയിൽ പരിശോധനയ്ക്കിടെ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. 3 ഭീകരരെ വളഞ്ഞിട്ടുണ്ടെന്നും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? രോഹിണി, കത്വയിൽ രാംകോട്ട് മേഖലയിലാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരപ്രകാരം പോലീസും ജമ്മുകശ്മീർ പോലീസും സൈന്യവും CRPFും മേഖലയിൽ പരിശോധന നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. തുടർന്ന് ശക്തമായ പ്രതിരോധം സൈന്യം നടത്തിയെങ്കിലും വനമേഖലയിലേക്ക് ഭീകരർ ഒളിക്കുകയാണ് ഉണ്ടായത്. 3 ഭീകരരെ മേഖലയിൽ 3 ഭീകരരുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സേനാവിന്യാസം മേഖലയിലേക്ക് നടത്തിക്കൊണ്ട് പരിശോധന തുടരുകയാണ്. വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചത്. കത്വയിൽ നിയന്ത്രണ രേഖയിൽ 2 ആഴ്ചകൾക്ക് മുൻപാണ് നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറിയ ഭീകര സംഘത്തിന്റെ സാന്നിധ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. 6-ലധികം ഭീകരർ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒപ്പം പ്രാദേശികരായിട്ടുള്ള ചിലരുടെ സഹായം ഭീകരർക്ക് നുഴഞ്ഞു കയറുന്നതിനും ഒളിച്ചിരിക്കുന്നതിനും ലഭിച്ചു എന്ന റിപ്പോർട്ടുകളും സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കത്വയിൽ വനമേഖലയിൽ തുടർച്ചയായിട്ടുള്ള പരിശോധന, ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും ഒപ്പം സേനാവിന്യാസം കൂടുതൽ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടുള്ള പരിശോധനയും ഏറ്റുമുട്ടലും കത്വയിലെ വിവിധ മേഖലകളിൽ തുടരുകയാണ്. അതിർത്തിയിൽ നിന്ന് വൻ ആയുധശേഖരവുമായി ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ ഭീകരരാണ് നുഴഞ്ഞു കയറിയത് എന്നുള്ളത് നേരത്തെ തന്നെ സൈന്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമാത്രമല്ല, വൻ ആയുധശേഖരവുമായാണ് ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ, മിനി റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയും ഈ ഭീകരർ ഉപയോഗിച്ചു എന്നുള്ളതും മണിക്കൂറുകൾ നീണ്ട അതിശക്തമായ ഏറ്റുമുട്ടൽ കത്വയിലെ വനമേഖലയിൽ നടന്നു. അതിനൊടുവിലാണ് 5 ഭീകരരെ സൈന്യം അവിടെ വധിച്ചിരുന്നത്. ഇപ്പോൾ 3 ഭീകരരുടെ സാന്നിധ്യം കൂടി കത്വയിൽ രാംകോട്ട് മേഖലയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3 ഭീകരരാണ് വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സേനാവിന്യാസം മേഖലയിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ എല്ലാ സാധ്യതകളും കണ്ടെത്തുന്നതിനും അത് പ്രതിരോധിക്കുന്നതിനുമായി കടുത്ത നിരീക്ഷണവും പ്രതിരോധ നടപടികളും സൈന്യം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഭീകര വിരുദ്ധ പോരാട്ടം കശ്മീർ താഴ്വരയിൽ ശക്തമാക്കുന്നു. കത്വയിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോഴും ജമ്മു കശ്മീർ സെക്ടറുകളിൽ ഭീകര സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന മേഖലകളിലും പ്രധാനപ്പെട്ട റോഡുകളിലുമെല്ലാം തന്നെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭീകര വിരുദ്ധ നടപടികൾ പുരോഗമിക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഭൂമിയിൽ തിരിച്ചെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. 8 ദിവസത്തെ യാത്ര 9 മാസത്തേക്ക് ദീർഘിച്ചപ്പോൾ പ്രതിസന്ധികളൊന്നും അനുഭവപ്പെട്ടില്ലെന്ന് ബുച്ച് വിൽമോർ പറഞ്ഞു. തിരിച്ചുവരവിന് യോജ്യമായ സമയം കണ്ടെത്താനുള്ള പ്രയത്നത്തിലായിരുന്നു നാസ ടീം മുഴുവനും. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നത് ആശങ്ക ഉണ്ടാക്കിയിട്ടില്ലെന്ന് സുനിത വില്യംസും പ്രതികരിച്ചു. Is from Jackie with the Times of London. Yes, hello and welcome back to Earth. I wondered about the stuck, stranded, marooned narrative, and to what extent were you aware of that narrative playing out around that down here, and has that been frustrating for you to have to address? Thank you. I'm sorry, that was a little garbled. The stuck marooned narrative. Oh, stuck maroon. Oh, the stuck maroon narrative. We heard about that. Yeah, we heard about that. Somebody mentioned that. We've said this before. We had a plan, right? The plan went way off for what we had planned, but because we're in human spaceflight, we prepare for any number of contingencies because this is a curvy road. You never know where it's going to go. We prepare for this.
So we, as Sonny used the term, and it's a great term, we pivoted to all that training we did that we didn't think we needed to do, and a lot of people didn't think we needed to do, but we did it anyway, as we pivoted to this other preparation, and that is what makes human spaceflight, your human spaceflight program, special. It is hard, like I said. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, സുദീർഘമായ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വെൽമോറും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏത് രീതിയിലായിരുന്നു അവർ പ്രതികരിച്ചത്? അതിൻ്റെ ഒരു ഉള്ളടക്കം എങ്ങനെയായിരുന്നു? തീർച്ചയായും രോഹിണി, ഇവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചത് ഏറെ സന്തോഷത്തോടെയാണ്. തങ്ങൾ ആ യാത്രയുടെ ഒരു കേന്ദ്ര ബിന്ദു മാത്രമായിരുന്നു, വലിയൊരു എഫർട്ടിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര എന്നാണ് ബുച്ച് വിൽമോർ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വലിയൊരു സംഘം തന്നെ പല രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുന്നു, അത്തരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ വലിയൊരു പിൻപറ്റൽ അല്ലെങ്കിൽ അതിന് ഒരു പിന്തുണ ലഭ്യമാകുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നു. അതിന്റെ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു ആകുന്നു എന്നത് മാത്രമാണ് തങ്ങളുടെ പ്രത്യേകത. തീർച്ചയായും തിരിച്ചുവരവും ഈ യാത്രയും എല്ലാം തന്നെ വലിയൊരു അനുഭവമാണ്. നിരവധിയായ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള പരിശീലനം നേടുന്നവരാണ് തങ്ങൾ. അത്തരത്തിൽ പരിശീലനം നേടിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ബഹിരാകാശ യാത്രയെല്ലാം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിലുണ്ടായ പ്രതിസന്ധികളൊന്നും തന്നെ ഒരു വിഷയമായില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സുനിത വില്യംസും പ്രതികരിച്ചത് വളരെ മനോഹരമായ ഒരു പ്രതികരണമായിരുന്നു അവരുടേത്. ശരിയായ ദിനം, തിരിച്ചുവരവിനുള്ള ശരിയായ ദിനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നാസയുടെ ഭാഗത്തു നിന്ന് തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്ക ഒട്ടും ബഹിരാകാശത്ത് തുടരുന്നത് സംബന്ധിച്ച് ഉണ്ടായില്ല എന്നും അവർ പറയുകയുണ്ടായി. തീർച്ചയായും വലിയൊരു അനുഭവങ്ങളുടെ കഥകൾ തന്നെയാണ് അവർ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നാസയുടെ തൊട്ടടുത്ത് വരുന്ന ബുള്ളറ്റിനുകളിലെല്ലാം തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇവർ തിരിച്ചെത്തിയതിനു ശേഷം ആദ്യം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഏറെ കൗതുകത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ആ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. One addition to that, this is a lot bigger than, Butch and myself, like we've talked about already. This is the International Space Station program, and there's a lot of, wheels that are turning and wickets that we have to go through to get people up to the International Space Station to do all of the amazing science that we're doing up there. We recognize that, we know that, just like anybody else in the astronaut office, and we came, as Butch has mentioned before, prepared, and we are ready to do that pivot and be part of that bigger thing that's not just about us, knowing that everybody on the ground, there's a huge team of people, like I quickly mentioned in my quick thank you, but there's a huge group of people who are looking at the whole program and understanding how and what was the best time and way to get us back home. മറ്റൊരു വാർത്തയിലേക്ക്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്തുണ്ടായത് 3070 കൊലപാതകങ്ങൾ. ഇക്കാലയളവിലെ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 476 പ്രതികൾ. 78 പേർ അറസ്റ്റിലാകാനുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ നിയമസഭാ മറുപടി. കൊലക്കേസ് പ്രതികൾക്ക് നൽകിയിട്ടുള്ളത് നിയമാനുസൃത ആനുകൂല്യങ്ങൾ മാത്രമെന്നും മുഖ്യമന്ത്രി. ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, പറയൂ. രോഹിണി, കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 3070 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയിട്ടുള്ളത്. നിയമസഭയിൽ AP അനിൽകുമാർ MLA ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുള്ളത്. 3070 കൊലപാതകങ്ങളിൽ 476 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 78 പേര് ഇനിയും അറസ്റ്റിലാകാനുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2016 മെയ് മുതൽ ഈ മാസം 16 വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി സഭയിൽ വെച്ചത്. ഇതിൽ 52 കൊലപാതക കേസുകൾ ലഹരി ഉപയോഗം മൂലമുണ്ടായതാണ്. ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ 18 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 78 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ജില്ലകളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് കൊലപാതകം നടന്നിട്ടുള്ളത്. സിറ്റി, റൂറൽ ജില്ലകളിലായി 418 പേരാണ് അത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്ത് 349 പേരും, കൊല്ലത്ത് 338 പേരും, തൃശ്ശൂരിൽ 315 പേരും ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അക്രമങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രസ്തുത കാലയളവിൽ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവുകൾ നൽകിയിട്ടുണ്ടോ എന്ന MLA ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇങ്ങനെയാണ് മറുപടി നൽകുന്നത്.
പ്രസ്തുത കാലയളവിൽ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആരെയും വിടുതൽ ചെയ്തിട്ടില്ലെന്നും ചട്ടങ്ങൾ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, സമീപകാലത്ത് 1000 ദിവസത്തിലേറെ പരോളുകൾ അനുവദിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. കൊലയാളികൾക്ക് എങ്ങനെയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കൊക്കെ 1000-ലധികം ആനുകൂല്യങ്ങൾ നൽകിയെന്ന വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രി ഇതേ നിയമസഭയിലാണ് നൽകിയത്. അതേ നിയമസഭയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ മാത്രമാണ് ഈ പ്രതികൾക്ക് നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ ഇതേ ഉത്തരം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൊലക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഇതേ മറുപടി തന്നെയാണ് നൽകുന്നത്. ഈ നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ മാത്രമേ ശിക്ഷാവിധികളായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധികളിൽ കഴിയുന്നവർക്ക് നൽകിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇടപെടലുകളൊന്നും നടത്തിക്കൊണ്ട് ആർക്കും ആനുകൂല്യം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കാലയളവിൽ 3070ഓളം കൊലപാതകങ്ങൾ ഈ 1-2 പിണറായി ഭരണകാലത്ത് സംഭവിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, ടിൻറ്റു ദാസാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. പരിക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് സംഭവം. റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം ഉണ്ടായിരിക്കുകയാണ്. ദിസ്നയിലേക്ക്. ദിസ്ന, അവിടെ എന്ത് അതിക്രമമാണ് ഉണ്ടായത്? എങ്ങനെയാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായത്? രോഹിണി, ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഓട്ടോറിക്ഷയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച യുവാവിനെ കൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന സംഘങ്ങളാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാക്കിയത്. ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് ആശുപത്രിയിൽ ഇവർ സൃഷ്ടിക്കുകയായിരുന്നു. അൻസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ഈ വ്യക്തിയെ ഡോക്ടർ പരിശോധിച്ചു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് തയ്യാറല്ല. TMH ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ നൽകണമെന്ന് ഈ കൂടെയുള്ള വ്യക്തികൾ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് കാഷ്വാലിറ്റിയിലെത്തി അവിടെയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തല്ലി തകർക്കുകയും അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫിനെ മർദ്ദിക്കുകയും ചെയ്തു എന്ന പരാതിയാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ പോലീസ് ഒരാൾക്കെതിരെ, പുറക്കാട്ടേരി സ്വദേശിയായ ഒരാൾക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. രോഹിണി. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് SIക്കും യുവാവിനും വെട്ടേറ്റു. ഒറ്റപ്പാലം മീറ്റ്നയിലാണ് സംഭവം. ഗ്രേഡ് SI രാജ്നാരായണനും കസ്റ്റഡിയിലായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത്. മറ്റൊരു സംഘർഷ സ്ഥലത്തു നിന്നും അക്ബറിനെ കൊണ്ടുപോകുമ്പോഴാണ് അക്രമം ഉണ്ടായത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. ഇന്ന് പുലർച്ചെ 12:30യോടെയായിരുന്നു ആക്രമണം നടന്നത്. രാജ്നാരായണനെയും അക്ബറിനെയും കന്യമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അക്ബറും സുഹൃത്തുക്കളായ ചിലരും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംഘർഷം ഉണ്ടായത്. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് അക്ബറുമായി സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെയാണ് എതിർഭാഗം പോലീസിനെ കൂടി ആക്രമിച്ചത്. SIക്കും യുവാവിനുമാണ് വെട്ടേറ്റിരിക്കുന്നത്. ഒറ്റപ്പാലം മീറ്റ്നിയിൽ വെച്ചായിരുന്നു സംഭവം. ഗ്രേഡ് SI ആയ രാജ്നാരായണനും കസ്റ്റഡിയിലായിരുന്ന അക്ബറിനുമാണ് വെട്ടേറ്റത്. ഈ മറ്റൊരു സംഘർഷം തുടർന്ന് ആ സംഘർഷത്തിൽ പ്രതിയായ അക്ബറുമായി പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. പൂജപ്പുര SI സുധീറിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണി ഒളിവിലെന്ന് സൂചന. ഈ മാസം 27-ാം തീയതി രാത്രിയിലാണ് SIക്ക് കുത്തേറ്റത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തുകൊണ്ടാണ് ഈ പ്രതിയെ ഇപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? പൂജപ്പുര SI സുധീറിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണി ഒളിവിൽ എന്നാണ് സൂചന. ഈ മാസം 27-ാം തീയതി രാത്രിയിലാണ് SIക്ക് കുത്തേറ്റത്. പ്രശാന്തിലേക്ക്. പ്രശാന്ത്, എന്തുകൊണ്ടാണ് പോലീസിന് ഈ ഗുണ്ടാ നേതാവിനെ പിടികൂടാൻ കഴിയാത്തത്?
എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി പറയേണ്ടത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SIക്ക് കുത്തേറ്റ സംഭവത്തിലാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SIക്ക് കുത്തേറ്റ സംഭവത്തിലാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാനാവാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒരു നിരവധി കാപ്പ കേസുകൾ 28ലധികം കേസുകൾ, നിരവധി കാപ്പ കേസുകൾ അടക്കമുള്ള ഒരു പ്രതിയെ പോലീസിന്റെ ഒരു SIയെ പൂജപ്പുര സ്റ്റേഷനിലെ SI സുധീഷ് കുമാറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുത്തിപ്പരിക്കേൽപ്പിച്ച് ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. പല കേസുകളിൽ പ്രതിയാണ്. ആ പ്രതി ഒരു ഗുണ്ടാ നേതാവ് കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരാളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിമർശനങ്ങൾക്കും ഇടയാക്കുന്നത്. അതായത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പോലീസ് സ്റ്റേഷൻ, പൂജപ്പുര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ തന്നെ അനാസ്ഥ. പോലീസിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നതല്ലാതെ, അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്, പ്രതി ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും അതിൽ കൃത്യമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം കടക്കാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെപ്പോലും പിടികൂടാനാവാത്ത സാഹചര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് നിലവിൽ ഈ പ്രതിക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇതുവരെ അതിനുള്ള എവിടേക്കാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനും വ്യക്തതയില്ല. കാരണം നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും പോകാൻ സാധ്യതയുള്ള ഈ പ്രതി പോകാൻ സാധ്യതയുള്ള പലയിടങ്ങൾ, അവിടങ്ങളിലെല്ലാം പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നേയില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടക്കുന്നത്. പാങ്ങോടിന് സമീപത്ത് വെച്ചാണ് പോലീസിന് കുത്തേറ്റിക്കുന്നത്. രാത്രി 10 മണിയോടുകൂടി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് അവിടെ എത്തുന്നത്. പോലീസ് അവിടെ എത്തി അതിനുശേഷം ഈ പ്രതിയുമായി ശ്രീജിത്ത് ഉണ്ണി എന്നാണ് പ്രതിയുടെ പേര്, ഗുണ്ടാ നേതാവ് കൂടിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹവുമായി വളരെ നേരം മൽപ്പിടുത്തം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ മദ്യപിച്ച് ബഹളം വയ്ക്കുന്ന ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സുധീഷ്, അദ്ദേഹം പൂജപ്പുര സ്റ്റേഷനിലെ SI കൂടിയാണ്, അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്, വയറിന് കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പരിക്കേറ്റ ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ പ്രതി ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്നു. ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും പോലീസിന് അതിനെ കണ്ടെത്തുവാനോ പിടിക്കുവാനോ സാധിക്കുന്നില്ല എന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് പോലീസിന്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആക്ഷേപങ്ങളായി പലരും ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവത്തിൽ ഇതുവരെ ഈ പോലീസിന് ഈ ശ്രീജിത്ത് ഉണ്ണി എന്ന പ്രതിയെ, ഗുണ്ടാ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല കേസിൽ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ കുത്തി പരിക്കേൽപ്പിച്ചതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം പോലീസിനുണ്ടാവുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ ഓഫീസിന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ആണ് ഈ പൂജപ്പുര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്താണ്, നഗരപ്രദേശമാണ്, തന്ത്രപ്രധാനമായ സ്ഥലം, തലസ്ഥാന നഗരിയാണൊക്കെ എന്നൊക്കെ ഇരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ആളെ പോലും പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് പ്രതി കുത്തിയത്. എന്നിട്ട് പോലും ഇതുവരെ പോലീസിന് ഈ ഗുണ്ടാ നേതാവായ ശ്രീജിത്ത് ഉണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജിത്ത് ഉണ്ണി ഒളിവിൽ എന്നാണ് സൂചന. ഈ മാസം 27-ാം തീയതി രാത്രിയിലായിരുന്നു SIക്ക് കുത്തേറ്റത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ മാതാപിതാക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിലെത്തി പേട്ട SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആൺ സുഹൃത്ത് സുകാന്ത് തന്നെയാണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന മൊഴി. മകളുടെ പണം സുകാന്ത് അപഹരിച്ചെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ.
രോഹിണി, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥയായിട്ട് ജോലി ചെയ്യുകയായിരുന്ന മേഘ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് സുഗാന്ത് തന്നെയാണ് മരണകാരണമെന്നാണ് മേഘയുടെ മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പേട്ട SHOയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മകളുടെ ശമ്പളം കിട്ടിയിരുന്ന തുക ഇത്തരത്തിൽ സുഗാന്ത് അപഹരിച്ചിരുന്നു എന്നും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി തവണ പണം വാങ്ങിയിട്ടുണ്ടെന്നും മരണസമയത്ത് പെൺകുട്ടിയുടെ പക്കൽ സാമ്പത്തികമായിട്ട് യാതൊരു തരത്തിലുള്ള നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നില്ല. ശമ്പളം വരുന്ന അക്കൗണ്ടിൽ 88 രൂപയാണ് അവസാനമായിട്ട് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ മകളുടെ പണം മേഘയുടെ പണം സുഗാന്ത് അപഹരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ആ മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ സുഗാന്തിനെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ മേഘയുടെ മരണത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ സുഗാന്തിന്റെ ഫോൺ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ ആക്റ്റീവായിരുന്നു. ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ മാതാപിതാക്കൾ സുഗാന്തിനെതിരെ മൊഴി നൽകുകയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തതോടെ ഈ ഫോൺ പിന്നീട് ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഗാന്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഓൺലൈൻ ട്രേഡിംഗ് ഉൾപ്പെടെ സുഗാന്ത് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നായിരുന്നു ഇത്തരത്തിൽ മാതാപിതാക്കളുടെ ആരോപണം. അതിനുശേഷം ഇത്തരത്തിൽ പിന്നീട് പരാതി ഉയർന്നതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. മലപ്പുറത്തും കൊച്ചിയിലും ഉൾപ്പെടെയാണ് പോലീസ് സുഗാന്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇയാളുടെ ബന്ധുവീട്ടിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇരുവരുടെയും ബാങ്ക് വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു അതോടൊപ്പം തന്നെ പണമിടപാടുകൾ സംബന്ധിച്ച് പോലീസ് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആത്മഹത്യ സംഭവിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇത്തരത്തിൽ കുടുംബം ആരോപിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിനെ കണ്ടെത്താനോ സുഹൃത്തിൽ നിന്നും കൂടുതൽ വിവരം തേടാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ബാങ്ക് രേഖകൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, മറ്റ് സാമ്പത്തിക ബന്ധങ്ങളൊന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ദുരൂഹത തുടരുന്നുണ്ട്. പെൺകുട്ടി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുക തിരുവനന്തപുരത്ത് ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ചെയ്യുകയായിരുന്നു. ജോലി കഴിഞ്ഞ് തിരികെ പെൺകുട്ടി താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യയിലാണ് കുടുംബം ദുരൂഹത ആരോപിച്ചിട്ടുള്ളത്. രോഹിണി, ശരി, ടിൻഡു തുടരുക. ടിൻഡുവിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന N പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സസ്പെൻസ് ഒളിപ്പിച്ചുള്ള പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് രാജിയാണോ എന്ന് ചോദിച്ച് കമന്റ് ബോക്സ് ഇങ്ങനെ നിറയുകയാണ്. അച്ചടക്ക നടപടി നേരിട്ട് 6 മാസത്തിലധികമായി സസ്പെൻഷനിലാണ് പ്രശാന്ത്. ടിൻഡു ചേരുന്നുണ്ട്. ടിൻഡു, എന്തായിരിക്കും ആ ഒരു തീരുമാനത്തിന് പിന്നിൽ? കാരണം ചെറിയ പൂക്കൾ ഇങ്ങനെ വിതറിയ ഒരു ഫോട്ടോ, അതിൻ്റെ താഴെയാണ് N പ്രശാന്ത് IAS പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു തീരുമാനം ഉടൻ എടുക്കും, നിർണായക തീരുമാനം ഉടൻ എന്ന്. എന്താകും ആ തീരുമാനം? രോഹിണി, കൂടുതൽ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടും പ്രശാന്ത് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കൊഴിഞ്ഞ പൂക്കൾ അല്ലെങ്കിൽ കൊഴിഞ്ഞ ഇതളുകൾ എന്താണെന്നും അതോടൊപ്പം തന്നെ സംതിങ് ന്യൂ ലോഡിംഗ്, അതോടൊപ്പം തന്നെ ഇറ്റ്സ് ടൈം ടു ഡിസൈൻ, അങ്ങനെ കുറച്ച് വാക്കുകളും അതോടൊപ്പം തന്നെ ഈ ഒടുവിൽ തീരുമാനമെടുക്കുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റുമാണ് N പ്രശാന്ത് 1 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെയാണ് ഇത്തരത്തിൽ ഈ കമന്റ് ബോക്സുകളിൽ ചോദ്യങ്ങൾ ഉയർന്നത്. സാറ് ഇത്തരത്തിൽ രാജിയിലേക്ക് പോവുകയാണോ? പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകരുത്, അതോടൊപ്പം തന്നെ ഈ ആവേശത്തിൽ മറ്റു തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നിങ്ങനെ കമന്റ് ബോക്സുകൾ നിറയുന്നത്. ഈ അച്ചടക്ക നടപടിയെ തുടർന്ന് 6 മാസത്തിലധികമായിട്ട് N പ്രശാന്ത് സസ്പെൻഷനിലാണ്. N പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദം അത് IAS തലപ്പത്തെ വലിയ ഒരു തമ്മിലടിയിലൊക്കെ പോയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സ്പെഷ്യൽ കമ്മിറ്റി, അതായത് ഒരു IAS വിഭാഗത്തിലെ സ്പെഷ്യൽ കമ്മിറ്റി അല്ലെങ്കിൽ N പ്രശാന്തിനെ ഈ സസ്പെൻഷൻ കാലാവധി തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിവ്യൂ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി ചിലപ്പോൾ ഇനിയും നീളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ N പ്രശാന്തിന് സർവീസിലേക്ക് കയറാൻ കുറച്ചുകൂടി സമയം എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് സസ്പെൻഷന്റെ കാലാവധി വർദ്ധിച്ചേക്കും. കാരണം ഈ ചീഫ് സെക്രട്ടറി ശാരദാ മുരളി
മുരളീധരനെതിരെയും അതോടൊപ്പം തന്നെ ധനവകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകിനെതിരെയൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൃഷി വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ IAS തലപ്പത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കൊണ്ട് വിവിധ ആരോപണങ്ങൾ എൻ പ്രശാന്ത് ഉന്നയിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ IAS തലപ്പത്ത് വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമൊക്കെ ആയി മാറിയിരുന്നു. ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഇദ്ദേഹത്തിന് സസ്പെൻഷൻ ശുപാർശ ചെയ്തത്. അങ്ങനെയാണ് വകുപ്പ് തല നടപടി എന്നോണം ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് പോവുകയും 6 മാസക്കാലമായി പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുകയും ചെയ്തത്. അപ്പോൾ പ്രശാന്ത് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എന്താണ് ആ തീരുമാനമെന്ന് എടുക്കുന്നത് എന്ന് അറിയാനായിട്ടാണ് ഒരുപക്ഷെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ആ കമന്റ് ബോക്സ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ടൊരു പ്രസ് കോൺഫറൻസ് ഒന്നും പ്രശാന്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് തീരുമാനമുണ്ടായാലും അത് ഫേസ്ബുക്കിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അറിയിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ 1 കൂടിയാണ്. അപ്പോൾ എന്താണ് പ്രശാന്ത് ഉദ്ദേശിച്ചത് എന്ന് വരും മണിക്കൂറുകൾ അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുമായിരിക്കും. പക്ഷേ അതിലുപരി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സസ്പെൻഷൻ കാലാവധി വകുപ്പ് തലത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തീരുമാനം എന്തെന്ന് അറിയിച്ചില്ല. എന്തോ പുതിയത് വരാനുണ്ട്, പുതിയൊരു തീരുമാനം എടുക്കുന്നു, പുതിയ നിർണായക തീരുമാനത്തിലേക്ക് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രശാന്ത് പങ്കുവച്ചിട്ടുള്ളത്. രോഹിണി. ശരി ടിൻഡു, എന്തായാലും ഇങ്ങനെ കൊഴിഞ്ഞ ഇതളുകൾ വിതറിക്കിടക്കുന്ന ഒരു ഫോട്ടോയാണ് എൻ പ്രശാന്ത് പങ്കുവച്ചിരിക്കുന്നത്. ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ #ഓടുകൂടി ഫൈനലി ഡിസിഷൻ ഇറ്റ്സ് ടൈം സംതിങ് ന്യൂ ലോഡിംഗ് എന്നൊക്കെ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് ഒരു സസ്പെൻസായി തന്നെ തുടരുകയാണ്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 41 രൂപയാണ് കുറച്ചത്. 1803 രൂപയിൽ നിന്ന് 1762 രൂപയായാണ് കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില കുറഞ്ഞത്. അതേസമയം ഗാർഹിക LPG സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. കർണാടകയിൽ ഇന്നു മുതൽ പാലിന് 4 രൂപ വില വർദ്ധിക്കുമെങ്കിലും കേരളത്തിൽ നിലവിൽ വില വർധന ഉദ്ദേശിക്കുന്നില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി. കർണാടകയിൽ നിന്നും കേരളം 1.5 ലക്ഷം ലിറ്റർ പാലാണ് ദിവസവും വാങ്ങുന്നത്. എന്നാൽ കുറഞ്ഞ വിലയ്ക്കാണ് നേരത്തെ തന്നെ ലഭിക്കുന്നത് എന്നതിനാൽ വില കൂടിയാലും അത് കേരളത്തെ ബാധിക്കില്ല എന്നാണ് മിൽമ ചെയർമാൻ പറയുന്നത്. കർണാടകയിൽ പാലിന് ഇന്നു മുതൽ ലിറ്ററിന് 4 രൂപ വർദ്ധിക്കുന്നത് കേരളത്തിലും വില വർധനവിന് ഇടയാക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ നിലവിൽ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ പാല് കേരളം കർണാടകയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എന്നാൽ നേരത്തെ തന്നെ കുറഞ്ഞ വിലയ്ക്കാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ വില വർധനവ് ഉണ്ടായാലും അത് സംസ്ഥാനത്തെ ബാധിക്കില്ല. കർണാടകയിലായാലും ഇതര സംസ്ഥാനങ്ങളിലായാലും കേരളത്തിലെ കർഷകർക്ക് മിൽമ കൊടുക്കുന്ന വിലയേക്കാളും വളരെ ചുരുങ്ങിയ വിലയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് 32 രൂപയാണ് 1 ലിറ്റർ പാലിന് കർണാടകയിൽ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ 46 രൂപ 50 പൈസ വരെ 1 ലിറ്റർ പാലിന് കൊടുക്കുമ്പോഴാണ് അത്രയും കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ മേടിക്കുന്ന പാലിന് 4 രൂപ വെച്ച് അധിക വില കൊടുക്കേണ്ടി വരും എന്ന ഒരു പ്രതിസന്ധി നമുക്ക്, അതാണ് പലരുടെയും ആശങ്ക വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ കേരളത്തിൽ നിന്നും നമ്മൾ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാലിൻ്റെ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിൽമ പാല് വില കൂട്ടുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഒരു ഭാഗത്തും നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ 3 ലക്ഷം ലിറ്ററിലധികം പാല് മേടിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെയും പാല് കുറവാണെന്നും പറഞ്ഞ് ഇപ്പോൾ 1.5 ലക്ഷം ലിറ്ററാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ പാലുൽപാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മിൽമ പാല് വാങ്ങുന്നുണ്ട്. കർണാടകത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും വില വർദ്ധിപ്പിച്ചാൽ അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മിൽമ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ പുതിയ നടപടികൾ ആലോചിക്കുന്നുണ്ടെന്നും മിൽമ ചെയർമാൻ വ്യക്തമാക്കി. ജനം, പാലക്കാട്. സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ യോഗം യഥാസമയം ചേരാത്തതിനാൽ വലഞ്ഞ് നഴ്സുമാർ. സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ച ആയിരക്കണക്കിന് നഴ്സുമാർ പ്രതിസന്ധിയിലായി. തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതാണ് യോഗം ചേരാത്തതിന് കാരണം എന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ വിശദീകരണം. അടിയന്തര സേവനങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തെ നഴ്സുമാർക്കുള്ളത്.
നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനും ഡ്യൂപ്ലിക്കേറ്റിനും അപേക്ഷിച്ച നഴ്സുമാർ കടുത്ത പ്രതിസന്ധി നേരിടുന്നു. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരാത്തതാണ് നടപടികൾ വൈകാൻ കാരണം. തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതിനാൽ യോഗം ചേരാൻ കഴിയില്ലെന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ വിശദീകരണം. വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടവരും അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്കും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. നഴ്സിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനിയും 4 മാസം കൂടി അവശേഷിക്കുന്നുണ്ട്. അതുവരെ യോഗം ചേരാതിരുന്നാൽ ആയിരക്കണക്കിന് നഴ്സുമാർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടമാകും. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയ്ക്കാണ് താൽക്കാലിക ചുമതല. എന്നിട്ടും കൗൺസിലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും യോഗങ്ങളും ചേരാത്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം. മലപ്പുറം കുളത്തോളിൽ വ്യാപകമായി വയൽ നികത്തുന്നതായി പരാതി. നാട്ടുകാർ കൃഷിവകുപ്പിലടക്കം പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുണ്ടെന്നും ആരോപണം ഉയരുന്നു. കഴിഞ്ഞ 9 വർഷത്തോളമായി വയലിൽ മണ്ണിട്ട് നികത്തുന്നുണ്ട്. മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടെങ്കിലും ഇപ്പോഴും നിർബാധം തുടരുകയാണ്. വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നത് തുടരുന്നതോടെ വയൽ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ. പതിറ്റാണ്ടുകളായി നെൽകൃഷി നടത്തിയിരുന്ന ഭൂമിയാണ് ഇത്. പല സ്ഥലത്തും ഇത് വ്യാപകമായിട്ട് തുറക്കുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അതിന് മെയിനായിട്ട് ചുക്കാൻ പിടിക്കുന്നത്. അതിനനുസരിച്ച് വില്ലേജ് ഓഫീസർ വില്ലേജിൽ നിന്ന് സപ്പോർട്ടും കിട്ടുകയാണ്. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് തൂർക്കുന്ന ആൾ ഇത് തൂർത്തത് സ്വകാര്യ വ്യക്തികൾ തന്നെയാണ്. സ്വകാര്യ വ്യക്തികളാണ്. ഓരോ സ്വകാര്യ വ്യക്തികൾക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയും ഇവർക്ക് കൂട്ടായുണ്ടെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മുൻപ് വെള്ളം ഒഴുകിപ്പോകാനായി 3 തോടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ രാത്രിയുടെ മറവിലടക്കം തോടുകളെല്ലാം നികത്തി. ഇതോടെ ചെറിയ മഴ പെയ്താൽ പോലും പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. വയൽ നികത്തുന്നതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിലെ പടക്കം പൊട്ടിക്കലിൽ കേസെടുത്ത പോലീസ്. നടു റോഡിൽ വാഹനം തടഞ്ഞ് പടക്കം പൊട്ടിച്ച സംഭവത്തിലാണ് കേസ്. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രിയാണ് യുവാക്കൾ പടക്കം പൊട്ടിച്ചത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കൂടുതൽ വിവരങ്ങൾ. ഭാഗമായാണ് ഇത്തരത്തിലൊരു ആഘോഷം സംഘടിപ്പിച്ചത്. ഈ ആഘോഷങ്ങൾ അതിര് കടക്കുന്നു എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. അതായത് ഈ ഞായറാഴ്ച രാത്രിയാണ് യുവാക്കൾ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചത്. നാദാപുരം കല്ലാച്ചി ടൗണിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് പടക്കം പൊട്ടിച്ചത്. ആ വിഷ്വലിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ നടുറോഡിൽ വാഹനം തടഞ്ഞ് പടക്കം പൊട്ടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. വളയം പോലീസും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് 50 പേർക്കെതിരെയും കേസെടുത്തിരുന്നു. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി ഷെഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് പരിഗണിക്കുക. റിമാൻഡിൽ കഴിയുന്ന 6 കുട്ടികളുടെയും ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. കൊലപാതകത്തിൽ മുതിർന്നവർക്കുള്ള പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ 4 ദിവസം മുൻപ് കണ്ടിരുന്നു. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.